بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم لا علم لنا إلا ما علمتنا، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൻ്റെ അടിത്തറയാണ് ഈമാൻ കാര്യങ്ങൾ എന്നുള്ളത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന് പഠിപ്പിച്ചു നൽകിയ ഇസ്ലാമിൻ്റെ ഈമാനിൻ്റെ ചില അടിസ്ഥാനങ്ങൾ ഒരൊറ്റ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. മഹത്തായ ഹദീസു ജിബ്രീൽ എന്ന പേരിൽ ആ ഹദീസ് പ്രസിദ്ധവുമാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ബൈനമാ നഹ്നു ഇൻദ റസൂലില്ലാഹി ദാത യൗമിൻ, ഞങ്ങൾ ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരിക്കുകയായിരുന്നു. ഇദ് തലഅ അലൈനാ റജുലുൻ ശദീദു ബയാദി സിയാബി ഷദീദു സവാദി ഷഅർ, ആ സമയത്ത് ഞങ്ങളിലേക്ക് നല്ല തൂവള്ള വസ്ത്രം ധരിച്ച കറുകറുത്ത മുടിയുള്ള ഒരാൾ കടന്നു വരികയുണ്ടായി. ലാ യുറാ അലൈഹി അസറു സഫരി വലാ യഅരിഫുഹു മിന്നാ അഹദുൻ ഹത്താ ജലസ ഇലൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വന്ന വ്യക്തിയെ നമുക്കൊരാൾക്കും പരിചയമില്ലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ അദ്ദേഹം വന്നിരിക്കുന്നത് വരേക്കും. എന്നാൽ അദ്ദേഹം യാത്ര ചെയ്തു വന്നതിൻ്റെ ഒരു അടയാളവും അദ്ദേഹത്തിൽ കാണാനുമില്ല. അങ്ങനെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാൽമുട്ടുകളോട് ചേർത്ത് അദ്ദേഹത്തിൻ്റെ കാൽമുട്ടുകൾ വെച്ച് വളരെ ആദരവോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ഇരിക്കുകയുണ്ടായി. എന്നിട്ട് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആദ്യമായി ഇസ്ലാമിനെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഇസ്ലാം കാര്യങ്ങൾ നമുക്കറിയാം, 5 സ്തംഭങ്ങളാണ് ഉള്ളത്. അവിടുന്ന് പറഞ്ഞു, അൽ ഇസ്ലാമു അൻ തഷ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് വ തുഖീമ സ്വലാത വ തുഅതിയ സകാത വ തസൂമ റമളാന വ തഹുജ്ജൽ ബൈത ഇൻ ഇസ്തതഅത ഇലൈഹി സബീല. 2 ഷഹാദത്ത്, 5 നേരത്തെ നിസ്കാരം നിലനിർത്തൽ, സകാത്ത് കൊടുത്തുവീട്ടൽ, റമദാനിൽ നോമ്പനുഷ്ഠിക്കൽ, കഴിവുള്ളവർ അള്ളാഹുവിൻ്റെ ഭവനമായ കഅബയിൽ ചെന്ന് ഹജ്ജ് നിർവഹിക്കൽ. ഇതാണ് ഇസ്ലാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. അദ്ദേഹം വീണ്ടും ചോദിച്ചു, ഈമാനിനെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരണം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, അൻ തുഅ്മിന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽയൗമിൽ ആഖിരി വതുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വശർരിഹി. നീ അള്ളാഹുവിൽ വിശ്വസിക്കലാണ്, അള്ളാഹുവിൻ്റെ മലക്കുകളിൽ വിശ്വസിക്കലാണ്, അള്ളാഹുവിൻ്റെ കിതാബുകളിൽ വിശ്വസിക്കലാണ്, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരിൽ വിശ്വസിക്കലാണ്, അന്ത്യനാളിൽ വിശ്വസിക്കലാണ്, അള്ളാഹുവിൻ്റെ ഖദറിൽ അഥവാ വിധി തീരുമാനങ്ങളിൽ വിശ്വസിക്കലാണ്. ഈ 6 കാര്യങ്ങൾ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു.
അദ്ദേഹം വീണ്ടും ചോദിച്ചു, ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്കത് പറഞ്ഞു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു, അള്ളാഹുവിനെ നീ നിൻ്റെ മുന്നിൽ കാണുന്നത് പോലെ നീ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക. ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക, ഇനി നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ കാണുന്നു എന്ന ചിന്തയോടുകൂടി നീ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ്. ആ വ്യക്തി വീണ്ടും ചോദിച്ചു, ഖിയാമത്ത് നാളിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൽ മസ്ഊലു അൻഹാ ബിഅഅലമ മിനസ് സാഇൽ, ചോദിക്കപ്പെട്ട വ്യക്തി ചോദിച്ച ആളേക്കാൾ അതിനെക്കുറിച്ച് അറിയുന്ന ആളല്ല എന്ന് പറഞ്ഞാൽ രണ്ടുപേർക്കും അതിനെക്കുറിച്ച് അറിയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അദ്ദേഹം ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളെക്കുറിച്ച് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തലിദൽ അമതു റബ്ബതഹ വഅൻ തറൽ ഹിഫാതൽ ഉറാതൽ ആലത റിആ അശ്ശാഇ യതതാവലൂന ഫിൽ ബുനിയാൻ. അന്ത്യനാളിൻ്റെ അടയാളത്തിൽപ്പെട്ടതാണ് അടിമസ്ത്രീ അവരുടെ യജമാനത്തിയെ പ്രസവിക്കുക. അതുപോലെ തന്നെ ചെരുപ്പില്ലാത്ത, നല്ല രൂപത്തിൽ വസ്ത്രം ധരിക്കാത്ത, ആടിനെ മേച്ചു നടന്ന ആട്ടിടയന്മാരായ ആളുകൾ കെട്ടിട നിർമ്മാണത്തിൽ മത്സരിക്കുന്ന ഒരവസ്ഥയുണ്ടാകും. ഇത് ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളായിക്കൊണ്ട് അവിടുന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ആ വന്ന വ്യക്തി തിരിച്ചുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ആ ചോദിച്ച വ്യക്തി ആരാണ് എന്ന് താങ്കൾക്കറിയുമോ? അദ്ദേഹം പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അലം, അല്ലാഹുവും അവൻ്റെ റസൂലുമാണ് ഏറ്റവും നന്നായി അറിയുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നഹു ജിബ്രീലു അതാകും യുഅല്ലിമുക്കും ദീനക്കും, ആ വന്ന വ്യക്തി, ചോദിച്ച വ്യക്തി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആകുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പഠിപ്പിച്ചു തരാനാണ് അദ്ദേഹം വന്നത്. ഈ ഹദീസ് സഹോദരങ്ങളെ, ആ ഹദീസിൻ്റെ അവസാനത്തെ ഭാഗത്ത് വന്ന പരാമർശം പോലെ നമ്മുടെ ദീൻ എന്താണോ അതാണ് ഈ ഹദീസ്. അതിലെ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അഥവാ ഈമാൻ എന്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചോദ്യത്തിന് നൽകിയ മറുപടി, അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈമാൻ എന്ന് പറഞ്ഞാൽ വിശ്വാസം എന്നാണ് അർത്ഥം. ഇസ്ലാം കാര്യങ്ങളും ഈമാൻ കാര്യങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇസ്ലാം കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കാനുള്ളതാണ്, പറയാനുള്ളതാണ്. ഈമാൻ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നാം വിശ്വാസമായി കൊണ്ടു നടക്കേണ്ട കാര്യമാണ്. പണ്ഡിതന്മാർ അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ ഇമാമിങ്ങൾ ഈമാനിന് വളരെ മനോഹരമായ നിർവചനം പറഞ്ഞിട്ടുണ്ട്. ഈമാൻ എന്ന് പറഞ്ഞാൽ അഹ്ലുസുന്നത്തിൻ്റെ അടുക്കൽ ഇഅ്തിഖാദും ബിൽ ഖൽബ്, ഹൃദയം കൊണ്ട് വിശ്വസിക്കലാണ്, ഹൃദയത്തിൽ വിശ്വാസം ഉണ്ടായിരിക്കണം. വഖൗലും ബിൽ ലിസാൻ, ആ വിശ്വസിച്ച കാര്യം നാവ് കൊണ്ട് പ്രഖ്യാപിക്കണം, പറയണം. വഅമലും ബിൽ ജവാരിഹ്, അതുപോലെ തന്നെ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ അവയവങ്ങളിൽ ഉണ്ടാവുകയും വേണം. ഇതാണ് ഈമാൻ. ഈമാനിൻ്റെ ഒരു പ്രത്യേകതയിൽപ്പെട്ടതാണ് യസീദു ബിത്വാഅതി വയൻഖുസു ബിൽ മഅസിയതി. അള്ളാഹുവിനെ എത്ര കണ്ട് അനുസരിക്കുന്നുവോ, അള്ളാഹുവിനുള്ള ഇബാദത്തുകളിൽ മുഴുകുന്നുവോ, ഈമാൻ വർദ്ധിക്കും. നേരെ തിരിച്ച് ഒരാൾ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന അവസ്ഥ ജീവിതത്തിൽ ഉണ്ടായാൽ അതിനനുസരിച്ച് ഈമാൻ കുറയുകയും ചെയ്യും. എല്ലാവരുടെയും ഈമാൻ ഒരേ പദവിയിലല്ല, മറിച്ച് ഈമാനിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും എന്നത് അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ പറഞ്ഞതായി നമുക്ക് കാണാം. ഈമാനിന് 60-ൽ പരം അതല്ലെങ്കിൽ 70-ൽ പരം ശാഖകളുണ്ട്. അതിലേറ്റവും ഉയർന്നു നിൽക്കുന്ന ശാഖ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്തായ വാക്കാണ്.
ഈമാനിൻ്റെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന കാര്യം. ഈമാനിൻ്റെ ഏറ്റവും താഴ്ന്ന ശാഖ എന്നത് വഴിയിലുള്ള മാർഗതടസ്സം നീക്കുക എന്നുള്ളതാണ്. ഇതാണ് സഹോദരങ്ങളെ പൊതുവെ ഈമാൻ എന്ന് പറഞ്ഞാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനിൻ്റെ 6 കാര്യങ്ങൾ പരിശുദ്ധ ഖുർആനിലൂടെ നമുക്കറിയിച്ച് തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 6 കാര്യങ്ങൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് പറഞ്ഞു കൊടുത്തത് നമ്മളിപ്പോൾ ഹദീസിൽ കേട്ടു. ഈ 6 കാര്യങ്ങൾ തന്നെ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. അതേ വാക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ് വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വൽ മലായികതി വൽ കിതാബി വൻ നബിയ്യീൻ. സൂറത്തുൽ ബഖറയിലെ 177-ാമത്തെ ആയത്താണിത്. നിങ്ങൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ നിങ്ങളുടെ മുഖങ്ങൾ തിരിക്കുന്നതിലല്ല പുണ്യം, മറിച്ച് നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞ് റബ്ബിനെ ഇബാദത്ത് ചെയ്താലും ശരി, നിങ്ങളിൽ ഉണ്ടായിരിക്കേണ്ട കാര്യം ആരാണോ അള്ളാഹുവിൽ വിശ്വാസം ഉൾക്കൊള്ളുന്നത്, അന്ത്യനാളിൽ വിശ്വസിക്കുന്നത്, അള്ളാഹുവിൻ്റെ മലക്കുകളിൽ വിശ്വസിക്കുന്നത്, അള്ളാഹുവിൻ്റെ കിതാബുകളിൽ വിശ്വസിക്കുന്നത്, അള്ളാഹുവിൻ്റെ നബിമാരിൽ വിശ്വസിക്കുന്നത്, ഇങ്ങനെ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് ഇബാദത്ത് ചെയ്യുന്നതിലാണ് നന്മ. ഈ ആയത്തിൽ വളരെ മഹത്തായ ഒരു പാഠമുണ്ട്. എത്ര തന്നെ നമ്മൾ ഇബാദത്തുകൾ ചെയ്താലും ഈമാനിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ മാത്രമേ നന്മയായി അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. ഈമാനിൽ വല്ല തകരാറും സംഭവിച്ചു പോയാൽ, ഈമാനിൽ എന്തെങ്കിലും ന്യൂനതകൾ സംഭവിച്ചു പോയാൽ ആ വ്യക്തിയുടെ കർമ്മങ്ങൾ അള്ളാഹു നന്മയായി പരിഗണിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുകയില്ല. ഇനി നിങ്ങൾ നോക്കൂ, നമുക്കെല്ലാവർക്കും സുപരിചിതമായ ആയത്താണ് സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകൾ. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ പാരായണം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആയത്തുകളാണ്. ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്ക് അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്തതിൽ വിശ്വസിച്ചിരിക്കുന്നു. അതിനെ തുടർന്ന് മുഅ്മിനീങ്ങളും വിശ്വസിച്ചിരിക്കുന്നു. കുല്ലുൻ അവരെല്ലാവരും ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി. അള്ളാഹുവിൽ വിശ്വാസമുള്ളവരാണ്, അള്ളാഹുവിൻ്റെ മലക്കുകളിൽ വിശ്വാസമുള്ളവരാണ്, അള്ളാഹുവിൻ്റെ കിതാബുകളിൽ വിശ്വാസമുള്ളവരാണ്, അള്ളാഹുവിൻ്റെ റസൂലുമാരിൽ വിശ്വാസമുള്ളവരാണ്. നോക്കൂ, അതേ പദം ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അതേ പദം പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പ്രയോഗിച്ചിരിക്കുന്നു. ഇനി അള്ളാഹു പറഞ്ഞ മറ്റൊരു ആയത്ത് നമുക്ക് കാണാം. യാ അയ്യുഹല്ലദീന ആമനു ആമിനു ബില്ലാഹി വ റസൂലിഹി വൽ കിതാബില്ലദീ നസ്സല അലാ റസൂലിഹി വൽ കിതാബില്ലദീ അൻസല മിൻ ഖബ്ൽ. അല്ലയോ മുഅ്മിനുകളെ, സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിലും അവൻ്റെ റസൂലിലും അള്ളാഹു അവൻ്റെ റസൂലിന് അവതരിപ്പിച്ചു കൊടുത്ത കിതാബിലും വിശ്വസിക്കുക. അതേപോലെ തന്നെ അള്ളാഹു മുമ്പ് അവതരിപ്പിച്ച കിതാബുകളിലും നിങ്ങൾ വിശ്വസിക്കുക. അള്ളാഹു ഈമാൻ ഉൾക്കൊള്ളാൻ സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, വമൻ യക്ഫുർ ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി വൽ യൗമിൽ ആഖിരി ഫഖദ് ളല്ല ളലാലൻ ബഈദാ. ആരാണോ അള്ളാഹുവിനെയും അവൻ്റെ മലക്കുകളെയും അവൻ്റെ കിതാബുകളെയും അവൻ്റെ റസൂലുമാരെയും അന്ത്യനാളിലും ഉള്ള വിശ്വാസം നിഷേധിക്കുന്നത്, അങ്ങനെ വിശ്വസിക്കാത്തത്, ഫഖദ് ളല്ല ളലാലൻ ബഈദാ, അവർ ബഹുദൂരം വഴിപിഴച്ചു പോയിരിക്കുന്നു. ഈ ആയത്തുകളിലെല്ലാം ഈമാനിൻ്റെ അടിസ്ഥാനങ്ങൾ അള്ളാഹു വിവരിച്ചിരിക്കുന്നു, അതിൻ്റെ പ്രാധാന്യം.
അതിലൊരാൾ അവിശ്വസിച്ചാൽ അയാളുടെ അവസ്ഥ ഈ ആയത്തുകളിൽ അള്ളാഹു വ്യക്തമാക്കിയിരിക്കുന്നു. 5 കാര്യങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞ ആയത്തുകളിൽ നമുക്ക് കാണാം. സൂറത്തുൽ ബഖറയിലെ 177 ആയത്ത്, സൂറത്തുൽ ബഖറയിലെ 285 ആയത്ത്, അതുപോലെ തന്നെ സൂറത്തുൻ നിസായിലെ 136 ആയത്ത്. ഈ ആയത്തുകളിലെല്ലാം അള്ളാഹു 5 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ഹജ്ജിലെ 70 ആയത്തിൽ 6 കാര്യം പറഞ്ഞു. അലം തഅലം അന്നല്ലാഹ യഅലമു മാ ഫിസ് സമാഇ വൽ അർദ്. അള്ളാഹു ചോദിക്കുന്നു, ആകാശഭൂമികളിലുള്ളതെല്ലാം അള്ളാഹു അറിയുന്നു എന്ന് നീ മനസ്സിലാക്കുന്നില്ലേ? ഇന്ന ദാലിക ഫീ കിതാബ്. അതെല്ലാം അള്ളാഹുവിൻ്റെ ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഇന്ന ദാലിക അലല്ലാഹി യസീർ. തീർച്ചയായും അത് അള്ളാഹുവിന് വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഇവിടെ ഇന്ന ദാലിക ഫീ കിതാബ് എന്ന് പറഞ്ഞല്ലോ, അതാണ് അള്ളാഹുവിൻ്റെ ഖദറിനുള്ള തെളിവ്. കാരണം ലോകം അവസാനിക്കുന്നത് വരെയുള്ള, ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹു നേരത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനാണ് അള്ളാഹുവിൻ്റെ ഖദർ എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് 6-മതായി നമ്മളത് പഠിക്കും, വിശദമായി പഠിക്കും. ഈ 6 കാര്യങ്ങളും പരിശുദ്ധ ഖുർആനിൽ വ്യക്തമായി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലും വന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്തിനാണ് ഈ കാര്യം ആമുഖമായി പറഞ്ഞത്? ഈമാനിൻ്റെ പ്രാധാന്യം വിളിച്ചോതുന്ന കാര്യമാണിത്. ഈമാൻ എന്നത് കേവലം നമുക്ക് പറയാൻ മാത്രമുള്ളതല്ല, മറിച്ച് നമ്മുടെ മനസ്സിൽ, ഹൃദയത്തിൽ, നമ്മുടെ നാവിൽ, നമ്മുടെ അവയവങ്ങളിൽ പ്രകടമാവേണ്ട കാര്യമാണ്. ആ ഈമാനിൽ ഒരു നിലക്കും ന്യൂനതകളോ അപാകതകളോ വീഴ്ചകളോ വന്നുകൂടാ. കാരണം ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യും എന്നതുകൊണ്ട് തന്നെ എല്ലാ കാലത്തും ഈമാനിൽ പാളിച്ചകൾ സംഭവിക്കാതെ വളരെ സൂക്ഷ്മതയോടെ അത് മരണം വരെ മുറുകെ പിടിക്കുക എന്നത് നമ്മുടെ മേലുള്ള നിർബന്ധ ബാധ്യതയാണ്. കാരണം മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ ഈമാൻ ഉൾക്കൊണ്ടവർ എന്നാണ്. മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ ഈമാൻ ഉൾക്കൊണ്ടവർ എന്നാണ്. സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിയായ വിശ്വാസികൾ. അള്ളാഹുവിലും അള്ളാഹു വിശ്വസിക്കൽ നിർബന്ധമായി പഠിപ്പിച്ച എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിൽ ശരിയായ രൂപത്തിൽ വിശ്വസിച്ചവർക്കാണ് മുഅ്മിനീങ്ങൾ, സത്യവിശ്വാസികൾ എന്ന് പറയുക. അവർക്കാണ് അള്ളാഹു സ്വർഗം ഒരുക്കി വച്ചിട്ടുള്ളത്. വിശ്വാസത്തിൽ അപാകതകൾ സംഭവിച്ച ആളുകൾക്ക് സ്വർഗം അള്ളാഹു നിഷിദ്ധമാക്കിയിട്ടുണ്ട്, ഹറാമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് പഠിക്കൽ നമ്മുടെ മേൽ നിർബന്ധ ബാധ്യതയാണ്. പഴയ കാലത്ത് പണ്ടേ മദ്രസകളിൽ ഈമാനിൻ്റെ 6 കാര്യങ്ങൾ ചെറിയ കുട്ടികൾ, നമ്മളെല്ലാവരും പഠിച്ചവരായിരിക്കും. പക്ഷെ അതിൻ്റെ വിശദാംശങ്ങൾ, ഈമാനിൻ്റെ 6 കാര്യങ്ങളിൽ ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതുകൂടി നമ്മൾ ശരിയായ രൂപത്തിൽ പഠിക്കേണ്ടതുണ്ട്. എങ്കിലാണ് ഉൾക്കാഴ്ചയോടുകൂടി ഈമാനിൻ്റെ മാധുര്യം അറിഞ്ഞ് നമുക്കത് വിശ്വസിക്കാൻ സാധിക്കുകയുള്ളൂ. ഈമാനിന് മാധുര്യമുണ്ട്, ഈമാനിന് മാധുര്യമുണ്ട്. വളരെ മധുരമേറിയ ഒരു കാര്യമാണ് ഈമാൻ എന്നത്. ആ ഈമാനിൻ്റെ മാധുര്യം നമുക്ക് ബോധ്യപ്പെടാൻ ഈമാനിന് വിപരീതമായ കാര്യങ്ങൾ, അതിന് അല്ലാഹു ഒരുക്കി വച്ചിട്ടുള്ള ശിക്ഷകൾ, അതിൻ്റെ ആളുകൾക്കുള്ള ദുനിയാവിലും ആഖിറത്തിലുമുള്ള നിന്ദ്യതകൾ, പരാജയം, ഇതൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് ഈമാൻ എന്നത് എത്ര വിലയേറിയ അമൂല്യമായ ഒരു കാര്യമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ. അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹമാണ് ഈമാൻ എന്നുള്ളത്. നമുക്ക് അള്ളാഹു ഈമാൻ ഉൾക്കൊള്ളാനുള്ള സൗഭാഗ്യം നൽകി എന്നത് അള്ളാഹു നമുക്ക് നൽകിയ വളരെ വലിയ അനുഗ്രഹമാണ്. അള്ളാഹു പറഞ്ഞു, വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാന വസയ്യനഹു ഫീ ഖുലൂബിക്കും വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ ഉലൈക ഹുമുർ റാഷിദൂൻ ഫദ്ലൻ മിനല്ലാഹി വനിഅമ. അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് ഈമാനിനോട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാക്കി തന്നത്.
ഈമാൻ എന്നത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആഗ്രഹവും താല്പര്യവും സ്നേഹവും ഇഷ്ടവുമൊക്കെ നമ്മൾ സ്വന്തം ഉണ്ടാക്കിയെടുത്തതാണോ? അല്ല, മറിച്ച് അള്ളാഹു നമുക്ക് തന്നതാണ്. മാത്രമല്ല വസയ്യനഹു ഫി ഖുലൂബിക്കും, അള്ളാഹു പറഞ്ഞു നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ഈമാനിനെ അള്ളാഹു അലങ്കാരമാക്കുകയും ചെയ്തു. വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ, അതോടൊപ്പം തന്നെ ഈമാനിൻ്റെ ആളുകൾക്ക് അള്ളാഹു സത്യനിഷേധവും അധർമ്മവും തിന്മകളും അള്ളാഹുവിനെ ധിക്കരിക്കുന്ന കാര്യങ്ങളെല്ലാം വെറുപ്പുണ്ടാക്കുകയും ചെയ്തു. ഇങ്ങനെ ആർക്ക് സംഭവിച്ചോ അവരാണ് സന്മാർഗികൾ. ഉലൈക ഹുമുർ റാഷിദൂൻ, അവരാണ് നേരായ പാതയിൽ പ്രവേശിച്ച ആളുകൾ. എന്നിട്ട് അള്ളാഹു പറഞ്ഞു ഫദ്ലം മിനല്ലാഹി വനിഅമ, അള്ളാഹുവിൻ്റെ ഔദാര്യവും അവൻ്റെ അനുഗ്രഹവും ഒന്നുകൊണ്ട് മാത്രമാണ് ഇത് ലഭിച്ചത്. ഈമാൻ ഒരാൾക്ക് കിട്ടിയാൽ അത് ഒരിക്കലും പരമ്പരാഗതമായിട്ട് കിട്ടുന്ന ഒന്നല്ല, അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് കിട്ടുന്ന ഒന്നല്ല. മറിച്ച് അള്ളാഹു കനിഞ്ഞു നൽകുന്ന ഒരു അനുഗ്രഹമാണ് ഈമാൻ. അങ്ങനെ പാരമ്പര്യമായി കിട്ടുന്ന ഒന്നാണെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ കുറച്ച് വർഷങ്ങൾക്ക് പിന്നോട്ട് പോയാൽ ഇവിടെ മുസ്ലിമീങ്ങൾ ഉണ്ടായിരുന്നില്ല. പിന്നീട് മുസ്ലിമീങ്ങൾ വന്ന് ഇവിടെയുള്ള ആളുകൾ ഇസ്ലാം സ്വീകരിച്ചവരാണ്. അവരാണ് പഴയ കാലത്ത് ചില ആളുകൾ കവിതയായി പറഞ്ഞത്. തറവാടിൻ്റെ പേരിൽ പെരുമ നടിക്കുന്ന ആളുകളോട് പറഞ്ഞതായി കാണാം, നീ അഹങ്കരിച്ചിട്ട് പെരുമ നടിച്ചിട്ട് കാര്യമില്ല. നിന്റെ പൂർവീകരിലേക്ക് നീ നോക്കിക്കഴിഞ്ഞാൽ അവർ മുസ്ലിമീങ്ങളായിരിക്കുകയില്ല, മറിച്ച് മറ്റു പല ജാതി വർഗങ്ങളിൽപ്പെട്ടവരായിരിക്കും. അപ്പോൾ നോക്കൂ, അള്ളാഹു റബ്ബുൽ ആലമീൻ പരമ്പരാഗതമായി നൽകുന്ന ഒന്നല്ല ഈമാൻ, മറിച്ച് അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ്റെ ഔദാര്യമായി നൽകുന്ന ഒന്നാണിത്. അള്ളാഹു അവകാശങ്ങളെല്ലാവർക്കും നൽകും. അള്ളാഹു അവകാശങ്ങളെല്ലാവർക്കും നൽകും. ഇപ്പോൾ മുഅ്മിനീങ്ങളും സത്യവിശ്വാസികളും അല്ലാത്തവരും ഒക്കെ ഉണ്ട്. അവർക്കെല്ലാവർക്കും അള്ളാഹു അടിസ്ഥാനപരമായ അവകാശങ്ങൾ നൽകിയിട്ടുണ്ട്. എല്ലാവർക്കും അവയവങ്ങളുണ്ട്, ശരീരമുണ്ട്, കണ്ണുകളുണ്ട്, കാതുകളുണ്ട്. എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹു നൽകിയിട്ടുണ്ട്. രാപ്പകലുകൾ എല്ലാവരും അനുഭവിക്കുന്നുണ്ട്. അള്ളാഹു നൽകിയ ഭൂമിയിലെ വിഭവങ്ങൾ എല്ലാവരും അനുഭവിക്കുന്നുണ്ട്. വിശ്വാസികളും അല്ലാത്തവരും ഒക്കെ അനുഭവിക്കുന്നുണ്ട്. അതൊക്കെ അള്ളാഹുവിൻ്റെ അടിസ്ഥാനപരമായി അള്ളാഹു എല്ലാവർക്കും നൽകുന്ന കാര്യമാണ്. എന്നാൽ അതിനപ്പുറത്തേക്ക് അള്ളാഹു ഈമാൻ നൽകുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്. അത് അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമേ നൽകുകയുള്ളൂ. മാത്രമല്ല, ആർക്കാണോ അത് യോജിച്ചത് അവർക്ക് മാത്രമേ അത് അള്ളാഹു നൽകുകയുള്ളൂ. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ അബൂതാലിബിൻ്റെ ചരിത്രം നമ്മൾ പലതവണ കേട്ട് കാണും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ തന്നെ അദ്ദേഹം ഉണ്ടായിരുന്നു. ഇസ്ലാമിൻ്റെ ആദ്യ കാലത്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്നു. ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിക്കാൻ വന്നപ്പോൾ അബൂതാലിബ് പറഞ്ഞ വാക്കുകളുണ്ട്. ഒരു പോറൽ പോലും, ഒരു മൺതരി പോലും മുഹമ്മദിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഹത്ത് ഏൽപ്പിക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല എന്നുവരെ പറഞ്ഞയാളാണ് അബൂതാലിബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്നു. ഒരേ വീട്ടിൽ ഒരുമിച്ച് ഖുറൈശികളുടെ പീഡനങ്ങളും ഖുറൈശികളുടെ ഉപദ്രവങ്ങളുമെല്ലാം മുസ്ലിമീങ്ങളോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അബൂതാലിബും ഏറ്റുവാങ്ങിയിട്ടുണ്ട്. പക്ഷേ അബൂതാലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈമാൻ ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ടാണ് ഹദീസിൽ കാണാം, അബൂതാലിബ് മരിക്കാൻ കിടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി പറഞ്ഞു, യാ അം ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ, എങ്കിൽ ഞാൻ അള്ളാഹുവിനോട് നിങ്ങൾക്ക് വേണ്ടി വാദിക്കാം, അവസാന സമയത്തെങ്കിലും നിങ്ങളൊന്ന് സ്വീകരിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അബൂതാലിബ്
അബ്ദുൽ മുത്തലിബിൻ്റെ മില്ലത്തിലായിക്കൊണ്ട് മരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മരിച്ചു. അപ്പോൾ നോക്കൂ, പരമ്പരാഗതമായി കിട്ടേണ്ടതായിരുന്നുവെങ്കിൽ അബൂ താലിബിന് കിട്ടണമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി പറഞ്ഞു കൊടുത്തു, എന്നിട്ട് പോലും സ്വീകരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. എന്നാൽ നിങ്ങൾ നോക്കൂ, സഹാബികളിൽ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പേർഷ്യയിൽ നിന്നാണ് മദീനയിലെത്തിയത്. സുഹൈബ് അർ-റൂമി റോമിൽ നിന്നാണ് മദീനയിലെത്തിയത്. അതുപോലെ പല നാടുകളിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ മദീനയിലെത്തി ഇസ്ലാം സ്വീകരിച്ച എത്രയോ ആളുകളെ നമുക്ക് കാണാം. ഇപ്പോൾ വീടിനുള്ളിൽ ഈമാൻ ഉണ്ടായിട്ടും ഇസ്ലാം ഉണ്ടായിട്ടും അതിൻ്റെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിട്ടും സ്വീകരിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. അതിൽ നിന്ന് വ്യക്തമാണ് അള്ളാഹു പറഞ്ഞതുപോലെ ഫദ്ലം മിൻ അല്ലാഹി വ നിഅമ. ഈമാൻ ഉൾക്കൊള്ളാനുള്ള സൗഭാഗ്യമെന്നത്, ഈമാനിനോടുള്ള ഇഷ്ടം, അത് മനസ്സിന് അലങ്കാരം ഒക്കെ അള്ളാഹു ഓരോരുത്തർക്കും നൽകുന്നതാണ്. വല്ലാഹു അലീമുൻ ഹക്കീം. അള്ളാഹു ആയത്ത് അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ്, അള്ളാഹു അലീമാണ്, അള്ളാഹു ഏറ്റവും നന്നായി അറിയുന്നവരാണ്. അള്ളാഹുവിനറിയാം ആർക്കാണ് ഹിദായത്ത് യോജിച്ചത്, ആർക്കാണ് ഈമാൻ യോജിച്ചത്, അവർക്കേ അള്ളാഹു അത് നൽകുകയുള്ളൂ. അള്ളാഹു ഹക്കീമാണ്, യുക്തിപൂർണനാണ്. അവൻ്റെ ഓരോ പ്രവൃത്തിയിലും പരിപൂർണമായ അള്ളാഹുവിൻ്റെ യുക്തി ഉണ്ടായിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, പറഞ്ഞു വന്നത്, ഈമാൻ എന്നത് അള്ളാഹു നൽകുന്ന അമൂല്യമായ ഒരു അനുഗ്രഹമാണ്. ഈമാൻ ഉൾക്കൊണ്ടാൽ കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഇഹലോകത്തും പരലോകത്തും അള്ളാഹു അതിന് ഒരുപാട് ഗുണങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞു, വഅന്നല്ലാഹ മഅൽ മുഅ്മിനീൻ. തീർച്ചയായും അള്ളാഹു മുഅ്മിനീങ്ങളോടൊപ്പമാണ്. നോക്കൂ, ഈമാനുള്ളവരോടൊപ്പമാണ് അള്ളാഹു ഉള്ളത്. ഈമാനുള്ളവരോടൊപ്പം എന്ന് പറഞ്ഞാൽ അള്ളാഹു സഹായിയായി മുഅ്മിനീങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. മുഅ്മിനീങ്ങളെ അള്ളാഹു ഒരിക്കലും കൈയൊഴിയുകയില്ല. സത്യവിശ്വാസികൾക്ക് അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകും, അള്ളാഹുവിൻ്റെ സംരക്ഷണമുണ്ടാകും. അതുപോലെ അള്ളാഹു പരലോകത്ത് ഈമാൻ ഉൾക്കൊണ്ട ആളുകൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ഈമാൻ ഉൾക്കൊണ്ട വിശ്വാസികളായ പുരുഷന്മാർക്കും വിശ്വാസിനികളായ സ്ത്രീകൾക്കും അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്നു ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹ. താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന നിത്യവാസത്തിൻ്റെ സ്വർഗം അള്ളാഹു അവർക്ക് ഒരുക്കി വച്ചിരിക്കുന്നു. വമസാകിന തയ്യിബതൻ ഫീ ജന്നാത്തി അദ്ൻ. എന്നെന്നും നിത്യമായി വസിക്കാനുള്ള സ്വർഗത്തിൽ അവർക്ക് വിശിഷ്ടമായ താമസ സൗകര്യം അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്നു. വരിദ്വാനും മിനല്ലാഹി അക്ബർ. അതിൻ്റെ ഒക്കെ അപ്പുറത്ത് സ്വർഗത്തിലെ സുഖങ്ങളും സുഖാനുഭൂതികളും ഒക്കെ കിട്ടുന്നതിൻ്റെ അപ്പുറത്ത് അള്ളാഹു പറഞ്ഞു, വരിദ്വാനും മിനല്ലാഹി അക്ബർ. അള്ളാഹുവിൽ നിന്നുള്ള അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് ഏറ്റവും വലിയ കാര്യം. അള്ളാഹു മുഅ്മിനീങ്ങളെ മാത്രമേ തൃപ്തിപ്പെടുകയുള്ളൂ, ഈമാനുള്ളവരെ മാത്രമേ അള്ളാഹു തൃപ്തിപ്പെടുകയുള്ളൂ. അവർക്ക് അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കും. ദാലിക ഹുവൽ ഫൗസുൽ അദീം. അതാകുന്നു മഹത്തായ വിജയം. ഇപ്പോൾ സഹോദരങ്ങളെ, ഈമാൻ ഉൾക്കൊള്ളാനും അതിലായി ജീവിക്കാനും അതിലായി മരണപ്പെടാനും സാധിക്കുക എന്നുള്ളത് വലിയ അനുഗ്രഹത്തിൽപ്പെട്ടതാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ, അള്ളാഹുവിന് സുജൂദ് ചെയ്യാൻ അള്ളാഹുവിൻ്റെ മസ്ജിദിലേക്ക് എത്തിച്ച നമ്മെ അള്ളാഹുവിന് വല്ല ബിംബങ്ങളുടെയും കുരിശുകളുടെയും മുന്നിൽ ചെന്ന് സുജൂദ് ചെയ്യുന്ന ഒരാളാക്കി മാറ്റാൻ നമ്മെ സാധിക്കുമായിരുന്നു. പക്ഷേ അള്ളാഹു അനുഗ്രഹിച്ചു. അവന് സുജൂദ് ചെയ്യുന്ന മുഖവും അവന് സുജൂദ് ചെയ്യുന്ന അവയവങ്ങളുമാണ് അള്ളാഹു നമുക്ക് നൽകിയത്. അതല്ല എങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇഹലോകത്തും പരലോകത്തും നഷ്ടക്കാരുടെ കൂട്ടത്തിലായിരിക്കും ഉൾപ്പെടുക. അതുകൊണ്ട് ഈമാൻ എന്നത് അമൂല്യമായൊരു നിധിയാണ്. അതുകൊണ്ട് ഈമാൻ മുറുകെ പിടിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്.
ഏതൊരു വിഷയവും അതിനെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് അതിൽ ആത്മാർത്ഥത ഉണ്ടാവുക. അത് ഉൾക്കാഴ്ചയോടുകൂടി സ്വീകരിക്കാനും അതിൻ്റെ മാധുര്യം നുകരാനും ഒക്കെ നമുക്ക് സാധിക്കണമെങ്കിൽ അതിനെക്കുറിച്ച് വിശദമായി പഠിക്കണം. ഈമാൻ കാര്യങ്ങൾ, അതിൻ്റെ വിശദീകരണം, അതാണ് ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ്സുകളിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ഉൾക്കൊള്ളാനും പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈമാൻ കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ അടിസ്ഥാനങ്ങൾ 6 എണ്ണമാകുന്നു. ഈമാനിന് 6 അടിസ്ഥാനങ്ങളുണ്ട്. ഈ 6 അടിസ്ഥാനങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ മുഅ്മിനും ഓരോ മുസ്ലിമും വിശ്വസിച്ചിരിക്കൽ നിർബന്ധമായ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ മടങ്ങുന്നത് ഈ 6 കാര്യങ്ങളിലേക്കാണ്. ഏതൊക്കെയാണ് 6 കാര്യങ്ങൾ? അൽ ഈമാനു ബില്ലാഹ്, ഒന്നാമത്തേത് അള്ളാഹുവിലുള്ള വിശ്വാസം. 2 വ മലായികതിഹി, അള്ളാഹുവിൻ്റെ മലക്കുകളിലുള്ള വിശ്വാസം. 3 വ കുതുബിഹി, അള്ളാഹുവിൻ്റെ കിതാബുകളിലുള്ള വിശ്വാസം. 4 വ റുസുലിഹി, അള്ളാഹുവിൻ്റെ റസൂലുമാരിലുള്ള വിശ്വാസം. 5 വൽ യൗമിൽ ആഖിരി, അന്ത്യനാളിലുള്ള വിശ്വാസം. 6 വൽ ഖദരി ഖൈരിഹി വ ശർരിഹി, അള്ളാഹുവിൻ്റെ ഖദറിലുള്ള വിധി തീരുമാനങ്ങളിലുള്ള അതിലെ നന്മയിലും തിന്മയിലുമുള്ള വിശ്വാസം. ഇങ്ങനെ 6 കാര്യങ്ങളാണ് നമ്മൾ വിശ്വസിക്കേണ്ട അടിസ്ഥാനം. ഈ 6 കാര്യങ്ങൾ ഉൾക്കൊണ്ട ആൾക്കാണ് മുഅ്മിൻ എന്ന് പറയുക. സത്യവിശ്വാസി എന്ന് പറഞ്ഞാൽ അതാണ്. ഈ 6 കാര്യങ്ങളിൽ നിന്നാണ് മറ്റുള്ള എല്ലാ വിശ്വാസപരമായ കാര്യങ്ങളും വിഭജിക്കപ്പെടുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം അൽ ഈമാനു ബില്ലാഹ്, അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അള്ളാഹുവിലുള്ള ഈമാൻ. നേരത്തെ പറഞ്ഞതുപോലെ ഈമാനിൻ്റെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ശാഖ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്താണ്. അള്ളാഹുവിലുള്ള ഈമാൻ എന്നത് ഏറ്റവും അടിസ്ഥാനമാണ്. അത് ആദ്യം ശരിയാക്കിയാൽ മാത്രമേ ബാക്കിയുള്ളതൊക്കെ ശരിയാവുകയുള്ളൂ. അള്ളാഹുവിലുള്ള ഈമാൻ 4 കാര്യങ്ങളാണ് അതിൽ പ്രധാനമായിട്ടും ഉള്ളത്. അൽ ഈമാനു ബില്ലാഹ് എന്ന് നമ്മൾ പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട 4 കാര്യങ്ങളുണ്ട്. ആ ഒരൊറ്റ അടിസ്ഥാനങ്ങളിൽ 4 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത് അൽ ഈമാനു ബി വുജൂദില്ലാഹി തആല, അള്ളാഹു ഉണ്ട്, അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിൽ വിശ്വസിക്കലാണ്. ഇങ്ങനെ ഒരു സ്രഷ്ടാവ് ഉണ്ട്, അള്ളാഹു ഉണ്ട് എന്ന വിശ്വാസം അൽ ഈമാനു ബില്ലാഹ് എന്നതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അള്ളാഹു ഉണ്ട് എന്നതിന് ഒരുപാട് തെളിവുകളുണ്ട്. മനുഷ്യൻ്റെ ശുദ്ധ പ്രകൃതി അത് അംഗീകരിക്കുന്നു. അതുപോലെ മനുഷ്യൻ്റെ ബുദ്ധി അത് അംഗീകരിക്കുന്നു. അതുപോലെ അള്ളാഹുവിൻ്റെ ശരീഅത്ത്, മതനിയമങ്ങൾ അത് വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഏതൊരു സൃഷ്ടിക്കും അനുഭവിച്ചറിയാൻ സാധിക്കുന്ന കാര്യമാണ് പ്രപഞ്ചത്തിനൊരു സ്രഷ്ടാവുണ്ട് എന്നുള്ളത്. ആദ്യമായി അള്ളാഹുവിൻ്റെ വുജൂദ്, അള്ളാഹു ഉണ്ട് എന്നത് മനുഷ്യൻ്റെ ശുദ്ധ പ്രകൃതി അംഗീകരിക്കുന്ന കാര്യമാണ്. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ മൗലൂദിൻ ഇല്ലാ യൂലദു അലൽ ഫിത്ര, ഏതൊരു കുഞ്ഞ് ജനിച്ചു വീഴുന്നുവോ ശുദ്ധ പ്രകൃതിയിലായിക്കൊണ്ടല്ലാതെ അത് ജനിച്ചു വീഴുന്നില്ല. എല്ലാ കുഞ്ഞും അഥവാ നമ്മളെല്ലാവരും ഓരോരുത്തരും മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ നിന്നും പുറത്തേക്ക് വരുന്നത് ശുദ്ധ പ്രകൃതിയിലായിക്കൊണ്ടാണ്. അള്ളാഹുവിലുള്ള വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ടാണ് പുറത്തേക്ക് വരുന്നത്, നിഷേധിയായിക്കൊണ്ടല്ല.
ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി. ഈ ശുദ്ധ പ്രകൃതിയിൽ പുറത്തേക്ക് വന്ന കുഞ്ഞിനെ പിന്നീട് അതിൻ്റെ മാതാപിതാക്കളാണ് യഹൂദനോ നസ്രാനിയോ മജൂസിയോ ഒക്കെ ആക്കി തീർക്കുന്നത്. അള്ളാഹു ഓരോരുത്തരെയും പടക്കുന്നത് ശുദ്ധ പ്രകൃതിയിലായിക്കൊണ്ടാണ്. അതാണ് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ഓരോരുത്തരോടും അള്ളാഹു അവരുടെ പിതാവിൻ്റെ മുതുകിലായിരിക്കുമ്പോൾ ചോദിച്ചിട്ടുണ്ട്, അലസ്തു ബി റബ്ബിക്കും, ഞാനല്ലയോ നിങ്ങളുടെ റബ്ബ്? നമ്മളെല്ലാവരും ഓരോരുത്തരും മറുപടി പറഞ്ഞിട്ടുണ്ട്, ബല, അതേ റബ്ബേ. എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ആ മറുപടി പറഞ്ഞ അവസ്ഥയിലാണ് എല്ലാവരും പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, ചെറിയ കുട്ടികൾ, വളരെ ചെറിയ കുട്ടികൾ, ഒരു മദ്രസയിലോ ഒരു കിതാബോ ഒരു ക്ലാസ്സോ ഒന്നും കേൾക്കാത്ത, അതിനെക്കുറിച്ചൊന്നും അറിവില്ലാത്ത കുട്ടികളോട് നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ അവർ കേട്ടിരിക്കും. ചെറിയ കുട്ടികൾ എന്തെങ്കിലും വികൃതി കാട്ടുമ്പോൾ അള്ളാഹു കാണും മോനെ എന്ന് പറഞ്ഞാൽ കുട്ടി ഒന്ന് ശ്രദ്ധിക്കും. അതെന്തുകൊണ്ടാണ്? ഓരോ കുഞ്ഞിൻ്റെയും മനസ്സ് ഈ ശുദ്ധ പ്രകൃതിയിലാണ്. അള്ളാഹു ഉണ്ട്, സ്രഷ്ടാവുണ്ട് എന്ന വിശ്വാസം എല്ലാവരുടെയും മനസ്സിലുണ്ട്. പിന്നീട് അവർ പഠിച്ചു മനസ്സിലാക്കുന്നതിലാണ് ഓരോരുത്തരും ഓരോ ആദർശം സ്വീകരിച്ച് വഴിമാറിപ്പോകുന്നത്. രണ്ടാമത്തേത് മനുഷ്യൻ്റെ ബുദ്ധി ഇത് അറിയിക്കുന്നു. നല്ല ബുദ്ധിയുള്ള അഥവാ വക്രതയില്ലാത്ത നേരായ ബുദ്ധിയുള്ള എല്ലാവർക്കും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന കാര്യമാണ് ഈ പ്രപഞ്ചത്തിനൊരു സ്രഷ്ടാവുണ്ട്. അതല്ലാതെ മതനിഷേധികൾ, നിരീശ്വരവാദികൾ പറയാറുള്ളത് പോലെ വെറുതെ ഇങ്ങനെ ഇതൊക്കെ മുളച്ചു പൊന്തിയതാണ് എന്ന് പറയുക എന്നത് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ബുദ്ധിക്കെതിരാണ്. മനുഷ്യൻ്റെ നേരായ ബുദ്ധിക്കെതിരാണെന്ത്? ഒരു കാര്യം തനിയെ ഉണ്ടാവും എന്നുള്ളത്. ഒരു ശബ്ദം ഉണ്ടാക്കിയാൽ ഒരു ചെറിയ കുട്ടി വരെ തിരിഞ്ഞു നോക്കും, ആരാണ് ആ ശബ്ദം ഉണ്ടാക്കിയത്? എന്തുകൊണ്ടാണ്? മനുഷ്യൻ്റെ ബുദ്ധി ഉൾക്കൊള്ളുന്ന കാര്യമാണ്. ഒരു കാര്യവും വെറുതെ ഉണ്ടാവുകയില്ല. ഒരു ശബ്ദം ഉണ്ടാക്കിയാൽ, ഒരു ശബ്ദം കേട്ടാൽ അതുണ്ടാക്കിയ ഒരാളുണ്ടാവും, അല്ലേ? അതുണ്ടാക്കിയ ഒരാളുണ്ടാവും. തനിയെ ഒരു ശബ്ദം ഉണ്ടാവുക, അതല്ലെങ്കിൽ തനിയെ ഒരു കാര്യം ഉണ്ടാവുക എന്നത് അസംഭവ്യമാണ്. അങ്ങനെ സംഭവിക്കുകയില്ല. ഈ പ്രപഞ്ചം മുഴുവനും വെറുതെ ഉണ്ടായതാണ്, ഇതൊക്കെ ഒരു ദിവസം ഇങ്ങനെ പൊട്ടിമുളച്ചുണ്ടായതാണ് എന്ന് പറയുന്നത് എത്ര ബുദ്ധിശൂന്യമാണ്. മഹാനായ സഹാബി ജുബൈർ ഇബ്നു മുത്ഇം റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ മനോഹരമായ ഒരു ചരിത്രം നമുക്ക് കാണാം. അദ്ദേഹം മുസ്ലിം അല്ലാത്ത കാലത്ത്, മുശ്രിക്കായിരുന്ന, അവിശ്വാസിയായിരുന്ന കാലത്ത് അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഗ്രിബ് നിസ്കരിക്കുമ്പോൾ അവിടുന്ന് സൂറത്തു തൂർ പാരായണം ചെയ്യുകയുണ്ടായി. പരിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്താണ് സൂറത്തു തൂർ. അത് പാരായണം ചെയ്യുന്നത് ജുബൈർ ഇബ്നു മുത്ഇം റളിയല്ലാഹു അൻഹു അദ്ദേഹം കേൾക്കുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്ത് അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ അം ഖലഖുസ് സമാവാതി വൽ അർള ബൽ ലാ യൂഖിനൂൻ അം ഇൻദഹും ഖസാഇനു റബ്ബിക അം ഹുമുൽ മുസൈതിറൂൻ എന്ന ആയത്തുകൾ അവിടുന്ന് പാരായണം ചെയ്തെത്തി. എന്താണ് ആ ആയത്തുകളുടെ അർത്ഥം? അള്ളാഹുവിൻ്റെ ചോദ്യമാണ്. അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ, അവർ മറ്റു വല്ലതിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടതാണോ, അഥവാ അള്ളാഹു അല്ലാത്ത മറ്റു വല്ലവരുമാണോ അവരെ സൃഷ്ടിച്ചത്? അതല്ല, അവർ തന്നെയാണോ അവരെ സൃഷ്ടിച്ചത്? ആകാശഭൂമികൾ സൃഷ്ടിച്ചത് അവരാണോ? ബൽ ലാ യൂഖിനൂൻ, അവർ ഉറച്ചു വിശ്വസിക്കുന്നില്ല.
ദൃഢവിശ്വാസികളാവുന്നില്ല. അതല്ല, അവരുടെ കയ്യിലാണോ അള്ളാഹുവിൻ്റെ ഖജനാവിൻ്റെ താക്കോലുള്ളത്? അവരാണോ അതിനെ നിയന്ത്രിക്കുന്നത്? ഈ ആയത്തുകളുടെ അർത്ഥം നോക്കൂ നിങ്ങൾ. അള്ളാഹുവിൻ്റെ ചോദ്യം, അള്ളാഹു അല്ലാത്ത ആരാണ് അവർ സൃഷ്ടിച്ചത്? അവർ വെറുതെ ഉണ്ടായി എന്നാണോ? അല്ല വേറെ ആരെങ്കിലും അവരെ സൃഷ്ടിച്ചോ? അതല്ല അവർ തന്നെയാണോ അവരെ സൃഷ്ടിച്ചത്? എന്തൊരു മനോഹരമായ ചോദ്യമാണ്. അള്ളാഹു അല്ലാത്ത മറ്റു വല്ലവരുമാണ് സൃഷ്ടിച്ചത് എങ്കിൽ ആ സ്രഷ്ടാവിനെ കുറിച്ച് അവർക്ക് പറയാൻ സാധിക്കണം. ഒന്നുമില്ലായ്മയിൽ നിന്നാണ് അവർ സൃഷ്ടിക്കപ്പെട്ടത് എന്ന് പറയാൻ സാധിക്കുകയില്ല. ഇനി അവർ തന്നെയാണ് അവർ സൃഷ്ടിച്ചത് എന്ന് പറയാനും സാധിക്കുകയില്ല. ഒരൊറ്റ മതനിഷേധിക്കും ഒരു നിരീശ്വരവാദിക്കും മറുപടി പറയാൻ സാധിക്കാത്ത ചോദ്യമാണിത്. ആകാശഭൂമികൾ അത് അവരാണോ സൃഷ്ടിച്ചത്? അള്ളാഹുവിൻ്റെ നിയന്ത്രണം, അള്ളാഹുവിൻ്റെ ഖജനാവിൻ്റെ താക്കോൽ ഇതൊക്കെ അവരുടെ കയ്യിലാണോ? അവരാണോ ഇതൊക്കെ നിയന്ത്രിക്കുന്നത്? ജുബൈർ ഇബ്നു മുത്ഇം റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഈ ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പാരായണം ചെയ്യുമ്പോൾ കാദ ഖൽബി അൻ യതീർ, എൻ്റെ ഹൃദയം പറന്നു പോകുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. വദാലിക അവ്വല മാ വഖറൽ ഈമാനു ഫീ ഖൽബി, അതാണ് എൻ്റെ മനസ്സിൽ ആദ്യമായി ഈമാൻ ഉറക്കാനുള്ള, വിശ്വാസം ഉറക്കാനുള്ള സന്ദർഭം, അനുഭവം. ഈ ആയത്ത് ഇങ്ങനെ കേട്ടപ്പോൾ അദ്ദേഹം ചിന്തിച്ചു, അള്ളാഹു അല്ലാത്ത ആരാണ് സൃഷ്ടിക്കാനുള്ളത്? നമ്മളൊരിക്കലും നമ്മൾ സൃഷ്ടിച്ചിട്ടില്ല. പിന്നെ മറ്റു വല്ലതുമാണ് നമ്മൾ സൃഷ്ടിച്ചത് എങ്കിൽ അതിന് തെളിവ് വേണ്ടേ? അള്ളാഹുവിൻ്റെ ഈ ചോദ്യങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം കീഴടങ്ങി. അഥവാ അദ്ദേഹത്തിൻ്റെ ഖൽബ്, ഹൃദയം ഇങ്ങനെ പാറിപ്പോവാൻ ആയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പ്രയോഗിച്ച വാക്ക്. നോക്കൂ സഹോദരങ്ങളെ, മനുഷ്യൻ്റെ നല്ല ബുദ്ധി, നേരായ ബുദ്ധി അറിയിക്കുന്നു അള്ളാഹു ഉണ്ട്, ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട്, ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കാൻ ഒരു റബ്ബുണ്ട് എന്നത് മനുഷ്യൻ്റെ ബുദ്ധിക്ക് യോജിച്ചതാണ്. ഇതില്ല എന്ന് പറഞ്ഞാൽ പിന്നെന്ത് എന്ന ചോദ്യത്തിന് ആരുത്തരം പറയും? നിരീശ്വരവാദികളോട് ചോദ്യം ചോദിച്ചാൽ മറുപടിയില്ല. ഇതൊക്കെ താനെയാണ് ഉണ്ടായത്, ശരി എങ്കിൽ അതിനെക്കുറിച്ച് ആര് സൃഷ്ടിച്ചു, എങ്ങനെ ഉണ്ടായി, പിന്നെ കൂടുതലായി ചോദിച്ചാൽ മറുപടിയില്ല, ഉത്തരമില്ല. മൂന്നാമത്തെ കാര്യം അള്ളാഹുവിൻ്റെ ശരീഅത്ത് ഇതറിയിക്കുന്നു. അള്ളാഹു അവൻ്റെ നബിമാരെ പറഞ്ഞയച്ചു. അവരുടെ കയ്യിൽ അള്ളാഹു കിതാബ് നൽകി, തൗറാത്തും ഇഞ്ചീലും സബൂറും പരിശുദ്ധ ഖുർആനും. ഇതൊക്കെ അറിയിക്കുന്നത് എന്താണ്? ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട്, ഒരു റബ്ബുണ്ട്, അള്ളാഹു ഉണ്ട് എന്നത് ശരീഅത്ത്, മതനിയമങ്ങൾ അറിയിക്കുന്നു. അള്ളാഹു അവതരിപ്പിച്ച കിതാബുകളിലെല്ലാം അതുണ്ട്. ലോകത്ത് വന്ന എല്ലാ പ്രവാചകന്മാരും അത് പറഞ്ഞിട്ടുണ്ട്. നാലാമത്തെ കാര്യം, മനുഷ്യൻ്റെ അല്ലെങ്കിൽ സൃഷ്ടികൾ അനുഭവിച്ചറിയുന്നു ഇങ്ങനെ ഒരു സൃഷ്ടാവുണ്ട് എന്നുള്ളത്. എന്തുകൊണ്ടെന്നാൽ മുസ്ലിമീങ്ങൾ മാത്രമല്ല അല്ലാത്തവരും പ്രാർത്ഥിക്കാറുണ്ട്. തേട്ടങ്ങൾ എല്ലാ സൃഷ്ടികളുടെ ഹൃദയത്തിൽ നിന്നും നാവിലൂടെയും പുറത്തേക്ക് വരുന്നുണ്ട്. ഏതൊരു പ്രയാസപ്പെടുന്നവനും ഉത്തരം നൽകുന്നത് യഥാർത്ഥത്തിൽ ആരാണ്? അള്ളാഹുവാണ്. ഒരു കല്ലും ഒരു മണ്ണും ഒരു ബിംബവും ഒരു വിഗ്രഹവും അതിനൊന്നിനും ഉത്തരം നൽകാൻ സാധ്യമല്ല, കേൾക്കാൻ സാധ്യമല്ല. മറിച്ച് എല്ലാവർക്കും ഉത്തരം നൽകുന്നത്, കഷ്ടപ്പെടുന്നവൻ്റെ വിളി കേൾക്കുന്നത് അള്ളാഹുവാണ്. എല്ലാവർക്കും ഉത്തരം നൽകുന്നതും അവരുടെ കാര്യങ്ങൾ നടത്തിക്കൊടുക്കുന്നതും ഒക്കെ അള്ളാഹുവാണ്. എന്നാൽ അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്ന, കേൾക്കാത്ത കാണാത്തതിൻ്റെ മുന്നിൽ ചെന്ന് കുമ്പിടുന്ന, അതിൻ്റെ മുന്നിൽ കരഞ്ഞ് ചോദിക്കുന്ന ആളുകൾ അവർ തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം. അവർ തിരിച്ചറിയുന്നില്ല യഥാർത്ഥത്തിൽ ഉത്തരം നൽകുന്നത് ഇവരല്ല, അള്ളാഹുവാണ്. ഒരു സൃഷ്ടാവുണ്ട്, ആ സൃഷ്ടാവാണ് ഉത്തരം നൽകുന്നത്. അപ്പം അത് ഒരു സൃഷ്ടാവുണ്ട് എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ്. അതുപോലെ തന്നെ അള്ളാഹു നബിമാരെ അയക്കുന്നു. ആ നബിമാർക്ക് അള്ളാഹു ചില അത്ഭുത സംഭവങ്ങൾ നൽകുന്നു, മുഅ്ജിസത്തുകൾ, അത്ഭുത സംഭവങ്ങൾ.
നബിമാർ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു മുഅ്ജിസത്ത് നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള വടി അത് നിലത്തിട്ടാൽ പാമ്പായി മാറും. അതുപോലെ അദ്ദേഹം കക്ഷത്തിൽ കൈവച്ച് പുറത്തേക്കെടുത്താൽ അത് അവിടെ പ്രകാശമായി മാറും. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരുപാട് അത്ഭുതങ്ങൾ, മുഅ്ജിസത്തുകൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്ജിസത്തുകൾ, അത്ഭുത സംഭവങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒരു സൃഷ്ടാവുണ്ട് എന്നതിൻ്റെ തെളിവാണ്. അതൊന്നും നബിമാർ സ്വയം പ്രയോഗിക്കുന്ന കാര്യമല്ല, മറിച്ച് അള്ളാഹു അവരിലൂടെ നടപ്പിലാക്കുന്ന അത്ഭുത സംഭവങ്ങളാണ്. അതുകൊണ്ടാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മുന്നിൽ കടലും പിന്നിൽ ഫിറഔനും ഉണ്ടായിരുന്നു. ആ സംഭവം പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. അദ്ദേഹം രക്ഷപ്പെടുത്തുന്നതിനിടയിൽ ഓടി എത്തിയത് മുന്നിൽ കടലാണ് മുന്നിലുള്ളത്, പിന്നിലാവട്ടെ സൈന്യങ്ങൾ, ഫിറഔനും കൂട്ടരുമുണ്ട്. അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് കൂടെയുള്ളവർ പറഞ്ഞു, മൂസ, നമ്മൾ പിടിക്കപ്പെട്ടത് തന്നെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്താണ്, എൻ്റെ കയ്യിൽ വടിയുണ്ട്, ഞാനിപ്പോൾ അടിക്കും, കടലിപ്പോൾ രണ്ടാവും, എന്നിട്ട് അതിലൂടെ രക്ഷപ്പെടും എന്നല്ല. കല്ല ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. അദ്ദേഹം പറഞ്ഞു, അങ്ങനെയല്ല, നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല, എൻ്റെ റബ്ബ് എൻ്റെ കൂടെയുണ്ട്, അവൻ എനിക്ക് മാർഗദർശനം നൽകും, സഹായിക്കും. അപ്പോഴാണ് അള്ളാഹു വഹി നൽകുന്നത്, ആ വടി കൊണ്ട് കടലിലേക്ക് അടിക്കുക. അത് മുഅ്ജിസത്താണ്. ആ മുഅ്ജിസത്ത് സ്വന്തം ഇഷ്ടപ്രകാരം പ്രയോഗിക്കാൻ ഒരാൾക്കും സാധ്യമല്ല, മറിച്ച് അള്ളാഹു നടപ്പിലാക്കുന്നതാണ്. ഇത് അള്ളാഹു ഉണ്ട് എന്നതിനുള്ള തെളിവിൽ പെട്ടതാണ്. പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, അൽ ഈമാനു ബില്ലാ എന്ന കാര്യത്തിൽ ഒന്നാമത്തെ കാര്യം അള്ളാഹുവിൻ്റെ വുജൂദ്, അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കലാണ്. ഇതിൽ അബദ്ധം സംഭവിച്ചാൽ ഈമാൻ പൊളിഞ്ഞു പോകും. എത്രയോ മുസ്ലിം നാമധാരികൾ ഈ പറഞ്ഞ വിശ്വാസം ഉൾക്കൊള്ളാതെ അതിൽ നിന്ന് തെറ്റിപ്പോവുകയാണ്. മതനിഷേധം, നിരീശ്വരവാദം അത് സ്വീകരിക്കുന്ന എത്രയോ ആളുകളുണ്ട്. കുറേ കാലം മുസ്ലിമായി ഈ വിശ്വാസമൊക്കെ ഉൾക്കൊണ്ട് പെട്ടെന്ന് കുറച്ചു കാലം കഴിയുമ്പോൾ അവർക്ക് തോന്നുകയാണ്, ഇതൊക്കെ വെറുതെ ഉണ്ടായതാണ്, ഇതിനൊന്നും ഒരു സ്രഷ്ടാവില്ല, നിസ്കരിച്ചിട്ടൊന്നും കാര്യമില്ല എന്നവർക്ക് തോന്നുകയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരാൾ ചിന്തിച്ചാൽ, വിചാരിച്ചാൽ, ആ ഒരു ആദർശം സ്വീകരിച്ചാൽ അതോടുകൂടി അയാളുടെ ഈമാൻ പൊളിഞ്ഞുപോയി, അയാളുടെ ഈമാൻ പൊളിഞ്ഞു പോകുന്ന കാര്യമാണ്. അതുകൊണ്ട് ഒന്നാമത്തെ ഈ കാര്യം അൽ ഈമാനു ബില്ലാ എന്നതിൽ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി നമ്മുടെ ഈമാനായി നമ്മുടെ ഹൃദയത്തിൽ കൊത്തിവെക്കേണ്ട കാര്യമാണ്. ഈ രണ്ടാമത്തെ കാര്യം അൽ ഈമാനു ബില്ലാ എന്നതിൽ രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അൽ ഈമാനു ബി റുബൂബിയതിഹി തആല, അള്ളാഹുവിൻ്റെ റുബൂബിയത്തിൽ വിശ്വസിക്കണം. എന്താണ് അള്ളാഹുവിൻ്റെ റുബൂബിയത്ത് എന്ന് പറഞ്ഞാൽ? അള്ളാഹുവാണ് റബ്ബ്, അള്ളാഹു മാത്രമാണ് റബ്ബ് എന്നത് നമ്മൾ വിശ്വസിക്കണം. അഥവാ റബ്ബ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിപ്പ്, നിയന്ത്രണം, അധികാരം, ഇതിലൊക്കെ അള്ളാഹു ഏകനാണ്, അവൻ മാത്രമാണ് ഇതൊക്കെ ചെയ്യുന്നത്. അവൻ്റെ പ്രവൃത്തികളിൽ അള്ളാഹുവിനെ ഏകനാക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? റുബൂബിയത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ റബ്ബായി അംഗീകരിക്കുക, അതിൽ അവനെ ഏകനാക്കുക. സൃഷ്ടിക്കാനോ നിയന്ത്രിക്കാനോ അധികാരപ്പെടുത്താനോ ജീവിപ്പിക്കാനോ മരിപ്പിക്കാനോ ഒരാളും തന്നെ ഇല്ല. ഒരാൾക്കും അങ്ങനെ ഒരു കഴിവ് അള്ളാഹു കൊടുത്തിട്ടില്ല. മറിച്ച് അതിൻ്റെ എല്ലാം ഉടമസ്ഥൻ അള്ളാഹു മാത്രമാണ്. ഇപ്പോൾ സ്രഷ്ടാവായി അള്ളാഹു അല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ഒരു സ്രഷ്ടാവുമില്ല. ഒരാൾക്കും സൃഷ്ടിക്കാൻ സാധിക്കുകയില്ല, നിർമ്മിക്കാൻ സാധിക്കും. അതാണ് അത് തമ്മിലുള്ള വ്യത്യാസം. സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന് മാത്രം ഉള്ള കാര്യമാണ്. അഥവാ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരു കാര്യം സൃഷ്ടിക്കുക. എന്നാൽ നിർമ്മിക്കുക എന്നത് സൃഷ്ടികൾക്ക് സാധിക്കും. അള്ളാഹു ഇവിടെ നിശ്ചയിച്ച കാര്യമാണ് മരങ്ങൾ. അപ്പോൾ ആ മരങ്ങൾ മുറിച്ച് അതിനൊരു
രൂപത്തിലാക്കി അതിനെ പല കോലത്തിലേക്ക് മാറ്റുക എന്നത് മനുഷ്യർ നിർമ്മിക്കുന്നതാണ്. ഒരു കെട്ടിടം അത് നിർമ്മിക്കുന്നതാണ്, സൃഷ്ടിക്കുന്നതല്ല. പുതുതായി ഒരു കാര്യവും അയാൾ അതിലൂടെ കൊണ്ടുവരുന്നില്ല. അള്ളാഹു നിശ്ചയിച്ച, അള്ളാഹു സൃഷ്ടിച്ച പല കാര്യങ്ങളും ചേർത്ത് വെച്ച് അതിനെ വേറൊരു രൂപത്തിലാക്കുന്നു എന്നു മാത്രം. ഒരാൾക്കും സൃഷ്ടിക്കാൻ സാധിക്കുകയില്ല. സ്രഷ്ടാവ് അള്ളാഹു മാത്രമാണ്. ചില നിരീശ്വരവാദികൾ മുസ്ലിമീങ്ങളായ വിശ്വാസികളായ ആളുകളോട് പറഞ്ഞു, അള്ളാഹു സൃഷ്ടിക്കും, അള്ളാഹു മാത്രമേ സ്രഷ്ടാവായി ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അല്ല, ഞങ്ങളും സൃഷ്ടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒരു മാംസ കഷ്ണമെടുത്തു. എന്നിട്ട് അതിൽ പുഴു ഉണ്ടാവുന്ന രൂപത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ അതിലിട്ടു. എന്നിട്ടത് മൂടി ഒരു സ്ഥലത്ത് കുഴിച്ചിട്ടു. കുറച്ച് നാളുകൾ കഴിഞ്ഞു. എന്നിട്ടത് പുറത്തേക്കെടുത്തു. എന്നിട്ട് ഈ ആളുകൾക്ക്, മുസ്ലിമീങ്ങളായ വിശ്വാസികളായ ആളുകൾക്ക് കാണിച്ചു കൊടുത്തു, കണ്ടോ, നമ്മളിത് വെക്കുമ്പോൾ നിർജീവമായ ഒരു സാധനം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പം നോക്കൂ, ജീവനുള്ള പുഴുക്കൾ അതിലുണ്ട്, അതിനെ ഞങ്ങൾ സൃഷ്ടിച്ചതാണ്. അപ്പോൾ മുസ്ലിമീങ്ങളായ വിശ്വാസികളായ ഈ ആളുകൾ പറഞ്ഞു, ശരി, നിങ്ങളാണ് സൃഷ്ടിച്ചത് എങ്കിൽ ചോദിക്കട്ടെ, അതിൽ എത്ര എണ്ണമുണ്ട്? എത്ര എണ്ണമുണ്ട് ആ പുഴുക്കൾ? സൃഷ്ടിച്ച കാര്യമുണ്ടല്ലോ, അത് നിങ്ങളാണ് സൃഷ്ടിച്ചത് എങ്കിൽ അതിൻ്റെ എണ്ണം ആർക്കറിയണം? സൃഷ്ടിച്ച ആൾക്കറിയണം എന്തായാലും. അതിലാണെത്ര പെണ്ണെത്ര എന്ന് തിരിച്ചു ചോദിച്ചപ്പോൾ അള്ളാഹു പറഞ്ഞതുപോലെ ഫബുഹിതല്ലദീ കഫർ, നിഷേധികളായ ആളുകൾ അവർ യഥാർത്ഥത്തിൽ നിന്ദരായിപ്പോയി. ഒരാൾക്കും സൃഷ്ടിക്കാൻ സാധിക്കുകയില്ല, സ്രഷ്ടാവ് അല്ലാഹു മാത്രമാണ്. അതുപോലെ അധികാരം ഉടമപ്പെടുത്തുക എന്നത് അല്ലാഹു മാത്രമാണ്. മാലിക്കുൽ മുൽക്ക്, സർവാധിപത്യമുള്ളവൻ അല്ലാഹുവാണ്. സൃഷ്ടികൾക്കുള്ള അധികാരമെന്നത് അതിന് പരിധിയുണ്ട്. ഒരു നാടിൻ്റെ, ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി, ആ ഭരണാധികാരിയുടെ അധികാരമെന്നത് എന്തല്ല, ശാശ്വതമല്ല. ഒന്നല്ലെങ്കിൽ ആ അധികാരിയെ അതിജയിച്ച് വേറൊരാൾ അധികാരത്തിൽ കയറും, അതല്ലെങ്കിൽ അദ്ദേഹം മരണപ്പെട്ടു പോകും, അപ്പോൾ വേറെ ആൾ കയറും. എന്നാൽ അള്ളാഹുവിൻ്റെ അധികാരം എന്നത് ഒരിക്കലും ഇല്ലാതാവുന്നില്ല. അവൻ എന്നെന്നും മാലിക്കുൽ മുൽക്കാണ്, സർവാധിപത്യമുള്ളവനാണ്. അള്ളാഹു സർവാധിപത്യമുള്ളവനാണ്. അതുകൊണ്ടാണ് ആര് ഭരിച്ചാലും, സഹോദരങ്ങളെ, ഇത് വളരെ മഹത്തായ ഒരു നിർഭയത്വം നൽകുന്ന ഒരു കാര്യമാണ്. ആര് ഭരിച്ചാലും, ആര് ഭരണാധികാരിയായി വന്നാലും, ആരൊക്കെ നമ്മുടെ മേൽ അധികാരമുള്ളവരായാലും അവരെയൊക്കെ ഭരിക്കുന്നവൻ അള്ളാഹുവാണ്. ആര് ഭരിച്ചാലും അവരെ എല്ലാവരെയും ഭരിക്കുന്നവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവാണ് മാലിക്കുൽ മുൽക്ക്. അള്ളാഹു ഉദ്ദേശിച്ചതേ സംഭവിക്കുകയുള്ളൂ. അതുപോലെ നിയന്ത്രണം, ഓരോ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് അൽ മുദബ്ബിർ, അത് അള്ളാഹുവാണ്. ലോകം മുഴുവനും നിയന്ത്രിക്കുന്നത് അള്ളാഹു മാത്രമാണ്. സർവ്വലോകങ്ങളുടെയും നിയന്താവ് അള്ളാഹുവാണ്. ഒരു സൃഷ്ടിക്കും അള്ളാഹു നിയന്ത്രിക്കാനുള്ള അവകാശം വകവെച്ചു കൊടുത്തിട്ടില്ല. ഒരു സൃഷ്ടിക്കും നിയന്ത്രിക്കാനുള്ള അവകാശമോ അധികാരമോ ഒന്നും അള്ളാഹു നൽകിയിട്ടില്ല. ചില ആളുകളെക്കുറിച്ച് മുദബ്ബിറുൽ ആലം എന്ന് പറയപ്പെടാറുണ്ട്. ലോകം മുഴുവനും നിയന്ത്രിക്കുന്ന, കൺട്രോൾ ചെയ്യുന്ന സൃഷ്ടികളായ ആളുകൾ. യഥാർത്ഥത്തിൽ പിഴച്ച വിശ്വാസമാണത്. ആ വ്യക്തികൾ ഉറങ്ങിയാൽ ഫ്ലൈറ്റുകൾ കൂട്ടിമുട്ടും, ട്രെയിനുകൾ കൂട്ടിമുട്ടും എന്നൊക്കെയാണ് പിഴച്ച വിശ്വാസം പേറി നടക്കുന്ന ആളുകളുടെ മനസ്സിലുള്ളത്. യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നവൻ. ഇപ്പോൾ സൃഷ്ടാവും നിയന്താവും ഉടമസ്ഥനും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അള്ളാഹു പറഞ്ഞു, അള്ളാഹു ഖാലിഖു കുല്ലി ഷൈഇൻ, അള്ളാഹു ആകുന്നു എല്ലാറ്റിൻ്റെയും സൃഷ്ടാവ്. അതുപോലെ ഓരോ നിസ്കാരത്തിലും നമ്മൾ പാരായണം ചെയ്യുന്നു, അൽഹംദുലില്ലാഹി
റബ്ബിൽ ആലമീൻ, സർവ്വലോകങ്ങളുടെയും റബ്ബായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. ആ ഒരൊറ്റ ആയത്ത് മതി ഈ ലോകങ്ങൾ മുഴുവനും സർവ്വതും അടക്കി ഭരിക്കുന്നത്, നിയന്ത്രിക്കുന്നത്, സൃഷ്ടിച്ചത്, പരിപാലിക്കുന്നതൊക്കെ അള്ളാഹു മാത്രമാണ് എന്നതിന് സൂറത്തുൽ ഫാത്തിഹയിലെ ആ ഒരൊറ്റ ആയത്ത് തെളിവ് മതി. അത് മാത്രം മതിയായതാണ്. പരിശുദ്ധ ഖുർആനിൽ ധാരാളം ആയത്തുകളുണ്ട്. ഇത് സഹോദരങ്ങളെ, നമ്മുടെ വിശ്വാസത്തിൽ അള്ളാഹുവിനെ കുറിച്ച് നാം വിശ്വസിക്കുമ്പോൾ രണ്ടാമതായി നമ്മുടെ വിശ്വാസത്തിൽ ഉണ്ടായിരിക്കേണ്ട കാര്യമാണ്. അതിന് പണ്ഡിതന്മാർ പറഞ്ഞ പേരാണ്, അറബിയിലുള്ള വാക്കാണ് നമ്മളിപ്പോൾ കേട്ടത്, റുബൂബിയത്ത്. അള്ളാഹുവിൻ്റെ റുബൂബിയത്തിൽ വിശ്വാസമുണ്ടായിരിക്കുക. അള്ളാഹുവാണ് റബ്ബ് എന്ന കാര്യത്തിൽ. ആ റബ്ബ് എന്ന വാക്കിൽ ഉൾക്കൊള്ളുന്നതാണ് എന്ത്? സൃഷ്ടിപ്പ്, നിയന്ത്രണം, അധികാരം, ഉപജീവനം, ജീവിപ്പിക്കൽ, മരിപ്പിക്കൽ തുടങ്ങി അള്ളാഹുവിൻ്റെ പ്രവൃത്തികളൊക്കെ അതിൽ ഉൾക്കൊള്ളുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ഈമാനിൻ്റെ ഭാഗമാണ്. ഇതിലൊരിക്കലും തെറ്റിപ്പോവാൻ പാടില്ല. ഇതിൽ തെറ്റുപറ്റിയ ധാരാളം ആളുകളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ സൃഷ്ടികളെക്കുറിച്ച് അവരാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. മുസ്ലിം നാമധാരികളുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വിശ്വാസം ഒരാളുടെ മനസ്സിലുണ്ടായാൽ അള്ളാഹുവിൻ്റെ ഖുർആനിലെ ആയത്തുകൾക്കെതിരാണ്. അള്ളാഹു ഒരാൾക്കും അവൻ്റെ അവകാശമോ അധികാരമോ നൽകുകയില്ല. അള്ളാഹു ഒരാൾക്കും അത് നൽകുകയില്ല. അള്ളാഹു അവൻ ഏകനാണ്, എല്ലാ കാര്യത്തിലും അവൻ ഏകനാണ്. അള്ളാഹു ഒരിക്കലും അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെതോ നിയന്ത്രണത്തിൻ്റെതോ അധികാരത്തിൻ്റെയോ ഒന്നും ഒരംശവും ഒരു സൃഷ്ടിക്കും നൽകുകയില്ല. മൂന്നാമത്തെ കാര്യം, അള്ളാഹുവിൻ്റെ ഉലൂഹിയത്തിൽ വിശ്വസിക്കുക. അൽ ഈമാനു ബി ഉലൂഹിയത്തിഹി. അറബി വാക്കുകൾ അത് നമുക്ക് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ തന്നെ പറയുന്നത്. ഉലൂഹിയത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ് ആരാധ്യൻ എന്നത് നമ്മൾ വിശ്വസിക്കണം. അള്ളാഹുവാണ് ആരാധ്യൻ, അള്ളാഹു മാത്രമാണ് ആരാധ്യൻ എന്ന് നമ്മൾ വിശ്വസിക്കണം. ആരാധനക്കർഹതയുള്ളവൻ അള്ളാഹു മാത്രമാണ്, വേറൊരാൾക്കും ആരാധനക്ക് അർഹതയില്ല. ഇത് അള്ളാഹുവിലുള്ള ഈമാനിൽ മൂന്നാമതായി നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമാണ്. അൽ ഈമാനു ബി ഉലൂഹിയത്തിഹി. ഉലൂഹിയത്ത് എന്ന വാക്കിൽ നിന്നാണ് ഇലാഹ് വന്നിട്ടുള്ളത്. അല്ലെ, നമ്മളെന്താണ് ഷഹാദത്തിൻ്റെ വാക്ക് പറയൽ? ലാ ഇലാഹ ഇല്ലല്ലാ എന്നാണ്. ലാ ഇലാഹ ഉണ്ടോ? ഇലാഹ്. ഇലാഹ് എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം ആരാധ്യൻ എന്നാണ് അർത്ഥം. ആരാധിക്കപ്പെടുന്ന എല്ലാറ്റിനും ഇലാഹ് എന്ന് പറയും. ആരാധിക്കപ്പെടുന്ന എന്തൊക്കെയുണ്ടോ അതിനൊക്കെ ഇലാഹ് എന്ന് പറയും. എന്നാൽ ആരാധനക്ക് അർഹതയുള്ള ഇലാഹ് ഒന്ന് മാത്രമാണ്. അതാരാണ്? അള്ളാഹു മാത്രമാണ്. ബാക്കി എല്ലാവരും ആരാധിക്കപ്പെടുന്നുണ്ട്, പക്ഷെ അവർക്ക് ആരാധനക്ക് അർഹതയില്ല. ഇപ്പോൾ അള്ളാഹുവിന് പുറമെ കല്ലുകൾ, മരങ്ങൾ, ബിംബങ്ങൾ, വിഗ്രഹങ്ങൾ, അമ്പിയാക്കൾ, ഔലിയാക്കൾ, ഖബറുകൾ ഒക്കെ ആരാധിക്കപ്പെടുന്നുണ്ട്. അവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നു, അവർക്ക് മുന്നിൽ സുജൂദ് ചെയ്യുന്നു, അവർക്ക് നേർച്ച നേരുന്നു, അവരുടെ മുന്നിൽ വെച്ച് അവർക്ക് വേണ്ടി ബലിയറുക്കുന്നു. പല രൂപത്തിലുള്ള ആരാധനാ കർമ്മങ്ങൾ ഈ പറയുന്ന സൃഷ്ടികൾക്കത് ജീവനുള്ളതും ജീവനില്ലാത്തതുമായ എന്തൊക്കെ ഉണ്ടാവട്ടെ അതിനൊക്കെ ആളുകൾ സമർപ്പിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും യഥാർത്ഥത്തിൽ എന്തല്ല, അവരൊന്നും ആരാധനക്കർഹതയുള്ള ഇലാഹുകളല്ല. എന്തുകൊണ്ടല്ല? എന്തുകൊണ്ട് അവർക്കൊന്നും ആരാധനക്കർഹതയില്ല? എന്താണ്? അവരെല്ലാവരും സൃഷ്ടികളാണ്. ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിയെ ആരാധിക്കാൻ പാടുള്ളതല്ല. അങ്ങനെ ആരാധിച്ചിട്ട് കാര്യമില്ല. അവർ ആരാധിക്കുന്നത് സൃഷ്ടികളെയാണ്. സൃഷ്ടികൾ തന്നെ ദുർബലന്മാരാണ്. അല്ലെ, ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിയെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ഈ സൃഷ്ടി ചിലപ്പോൾ ആരാധിക്കുന്ന ആളേക്കാൾ മുന്നേ മരിച്ചു പോയേക്കാം. അങ്ങനെ ചില ആൾ ദൈവങ്ങൾ ഭക്തന്മാരെ ഇവിടെ ബാക്കി വെച്ചിട്ട് മരിച്ചു പോയിട്ടുണ്ട്. അപ്പം അതുവരെ ആരാധിച്ചിരുന്ന ആളുകൾ പിന്നെ ആരാധിക്കും?
അവർ അങ്കലാപ്പിലായി പോകുന്ന അവസ്ഥയാണത്. എന്നാൽ അള്ളാഹു ഹയ്യുൻ ലാ യമൂത്ത്, അള്ളാഹു ഒരിക്കലും മരിക്കുകയില്ല. അള്ളാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അവനാണ് സ്രഷ്ടാവ്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, സൃഷ്ടിച്ചത് അവനാണ്, നിയന്ത്രിക്കുന്നത് അവനാണ്, ഉടമസ്ഥത അള്ളാഹുവിനാണ്. അതുകൊണ്ട് തന്നെ ആ അള്ളാഹുവിന് മാത്രമേ ആരാധനകളും നമ്മൾ സമർപ്പിച്ചിട്ട് കാര്യമുള്ളൂ. ഇങ്ങനെ അധികാരമുള്ളവന് മാത്രമേ നമ്മെ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ അധികാരമുള്ളവനും നിയന്ത്രിക്കാൻ കഴിവുള്ളവനോടും മാത്രമേ നമുക്ക് ചോദിച്ചിട്ട് കാര്യമുള്ളൂ. അല്ലാത്തവരോട് ചോദിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അവർ തന്നെ കേൾക്കുകയില്ല, അവർ കാണുന്നില്ല, അവർ മിണ്ടുന്നില്ല, അവർ യാതൊന്നും സംസാരിക്കുന്നില്ല, അവർക്ക് മാർഗദർശനം നൽകാൻ സാധ്യമല്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കുന്നു, പടിപടിയായി വളർത്തിക്കൊണ്ടുവരുന്നു, എല്ലാ അനുഗ്രഹങ്ങളും വാരിക്കോരി ചൊരിഞ്ഞു നൽകുന്നു. അവൻ സൃഷ്ടികൾക്ക് മാർഗദർശനത്തിനായി നബിമാരെ അയക്കുന്നു. അള്ളാഹു അവൻ്റെ വാക്കുകൾ, സംസാരം, കിതാബ് സൃഷ്ടികൾക്ക് നൽകുന്നു. ഇതൊക്കെ ആർക്കേ സാധിക്കുന്നുള്ളൂ? അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ പറഞ്ഞ വിശേഷണങ്ങളൊന്നും ഒരു സൃഷ്ടിക്കുമില്ല. അതുകൊണ്ട് തന്നെ അവരെ ഒന്നും ആരാധിച്ചിട്ട് കാര്യമില്ല. അവരെയൊക്കെ ആരാധിക്കുക എന്നത് യഥാർത്ഥത്തിൽ വ്യർത്ഥമായ ഒരു പരിപാടിയാണ്. അതുകൊണ്ട് നമ്മുടെ ഈമാൻ ശരിയാവാൻ മൂന്നാമതായി നമ്മൾ നമ്മുടെ ഈമാനിൻ്റെ ഭാഗമായി ഉൾക്കൊള്ളേണ്ട കാര്യം അള്ളാഹുവിൻ്റെ ഉലൂഹിയത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. അള്ളാഹു മാത്രമാണ് ഇലാഹ്. അതിൽ അവനെ ഏകനാക്കണം, അതിലൊരാളെയും പങ്കുചേർക്കാൻ പാടുള്ളതല്ല. ദാലികും അല്ലാഹു റബ്ബുക്കും, അള്ളാഹു പറഞ്ഞു, അതെന്തെന്നാൽ അള്ളാഹുവാണ് നിങ്ങളുടെ റബ്ബ്. ലാ ഇലാഹ ഇല്ലാഹുവ, അവനല്ലാതെ ഒരു ഇലാഹ് ഇല്ല, ആരാധനക്കർഹതയുള്ളവനില്ല. ഖാലിഖു കുല്ലി ഷൈഇൻ, അവനാകുന്നു എല്ലാറ്റിൻ്റെയും സ്രഷ്ടാവ്. ഫഅ്ബുദൂഹു, അതുകൊണ്ട് നിങ്ങൾ അവനെ ആരാധിക്കുക. വഹുവ അലാ കുല്ലി ഷൈഇൻ വകീൽ. സുബ്ഹാനല്ലാഹ്. നോക്കൂ, അള്ളാഹുവിൻ്റെ ആയത്ത് നോക്കൂ. ദാലികും അല്ലാഹു റബ്ബുക്കും, അള്ളാഹു പറഞ്ഞു അവനാകുന്നു നിങ്ങളുടെ റബ്ബ്, അള്ളാഹു ആകുന്നു നിങ്ങളുടെ റബ്ബ്. ലാ ഇലാഹ ഇല്ലാഹുവ, അവനല്ലാതെ ഒരു ഇലാഹ് ഇല്ല. എന്തുകൊണ്ടില്ല? ഖാലിഖു കുല്ലി ഷൈഇൻ, അവനാകുന്നു എല്ലാറ്റിൻ്റെയും സ്രഷ്ടാവ്. അവൻ സൃഷ്ടിക്കും, അവൻ നിയന്ത്രിക്കും, അവൻ ജീവിപ്പിക്കും, അവൻ മരിപ്പിക്കും. ഇതൊക്കെ അള്ളാഹുവിൻ്റെ കയ്യിലാണ്. വഹുവ അലാ കുല്ലി ഷൈഇൻ വകീൽ, അവനാകുന്നു എല്ലാറ്റിനെയും കൈകാര്യം ചെയ്യുന്നത്. എല്ലാറ്റിൻ്റെയും കൈകാര്യകർത്തൃത്വം അള്ളാഹുവിനാകുന്നു. അതുകൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു നൽകും, അല്ലാത്തവർക്ക് നൽകുകയില്ല. എന്നാൽ ആരാധിക്കപ്പെടുന്ന സൃഷ്ടികളെക്കുറിച്ച് നിങ്ങൾ നോക്കൂ. അവരിൽ പലരും മരണപ്പെട്ടു പോയവരാണ്. അവർക്ക് സ്വന്തം കാര്യം വരെ അധീനതയിലില്ല. അങ്ങനെയാണെങ്കിൽ അവർ മരിക്കോ? ഇല്ല, അവർ മരണപ്പെട്ടു പോയി. അതല്ലെങ്കിൽ നിർജീവമാണ്, കേൾക്കാനോ കാണാനോ കഴിവില്ല. അതുകൊണ്ട് അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, അള്ളാഹു പറഞ്ഞു, ജിന്നുവർഗങ്ങളെയും മനുഷ്യരെയും എന്നെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി, അള്ളാഹുവിനെ ഏകനാക്കാൻ വേണ്ടിയല്ലാതെ മനുഷ്യരെയും ജിന്നുകളെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല. ഇതാകുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. ഈ വിഷയമാണ് പ്രവാചകന്മാരെല്ലാവരും സമൂഹത്തോട് പറഞ്ഞിട്ടുള്ളത്. വന്ന നബിമാർ ജനങ്ങളോട് പറഞ്ഞത് ഈ കാര്യമാണ്. അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കണം, നിങ്ങൾക്കൊരു സ്രഷ്ടാവുണ്ട്, അവന് മാത്രമേ ആരാധനകൾ സമർപ്പിക്കാൻ പാടുള്ളൂ. ആരാധനയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രാർത്ഥന, ദുആ. അള്ളാഹു അല്ലാത്ത ഒരാളോടും ദുആ ചെയ്യാൻ പാടുള്ളതല്ല. അള്ളാഹു പറഞ്ഞു, വലാ തദ്ഉ മിൻ ദൂനില്ലാഹി മാ ലാ യൻഫഉക വലാ യദുറുക, നിങ്ങൾക്ക് ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത അള്ളാഹുവിന് പുറമെയുള്ളവരോട് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത്. സുബ്ഹാനല്ലാഹ്. ചില ആളുകൾ ചോദിക്കാറുണ്ട്, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കരുത് എന്നതിന് തെളിവുണ്ടോ? അള്ളാഹു പറയുന്നു സൂറത്ത് യൂനുസിൽ 106-ാമത്തെ ആയത്താണിത്. വലാ തദ്ഉ മിൻ ദൂനില്ലാ, നിങ്ങൾ അള്ളാഹുവിന് പുറമെ ഒരാളോടും ദുആ ചെയ്യരുത്.
മാ ലാ യൻഫഉക വലാ യദുറുക, അവർ നിങ്ങൾക്കൊരു ഉപകാരം ചെയ്യുകയില്ല, നിങ്ങൾക്കൊരു ഉപദ്രവം വരുത്തി വെക്കുകയില്ല, നിങ്ങൾക്കുള്ള ഉപദ്രവം നീക്കാൻ അവർക്ക് സാധിക്കുകയില്ല. ഫൈൻ ഫഅൽത ഫഇന്നക ഇദം മിനൽ ളാലിമീൻ, അള്ളാഹു പറയുകയാണ്, എന്നിട്ടും ആരെങ്കിലും അള്ളാഹുവിനെ പുറമേ മറ്റു വല്ലവരെയും വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവർ തന്നെയാകുന്നു അതിക്രമകാരികൾ, അവർ ദുൽമിൻ്റെ ആളുകളാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പോൾ സഹോദരങ്ങളെ, അള്ളാഹുവിന് മാത്രം ഇബാദത്തുകൾ സമർപ്പിക്കുക, അവനെ മാത്രം ആരാധിക്കുക, അവൻ്റെ ഉലൂഹിയത്തിൽ വിശ്വസിക്കുക, അതിലവനെ ഏകനാക്കുക എന്നതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം അൽ ഈമാനു ബി അസ്മാഇഹി വസിഫാത്തിഹി, അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങളിൽ വിശ്വസിക്കലാണ്. നമ്മൾ 3 കാര്യങ്ങൾ പറഞ്ഞു, 4 കാര്യങ്ങളാണുള്ളത്, നാലാമത്തേതാണ് ഇപ്പോൾ പറഞ്ഞത്. അള്ളാഹു ഉണ്ട് എന്ന വിശ്വാസം, അള്ളാഹുവിൻ്റെ റുബൂബിയത്തിൽ അള്ളാഹുവാണ് റബ്ബ് എന്ന വിശ്വാസം, അള്ളാഹുവിൻ്റെ ഉലൂഹിയത്തിൽ അഥവാ അള്ളാഹുവാണ് ഇലാഹ് എന്ന വിശ്വാസം. നാലാമത്തത് അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങളിൽ വിശ്വസിക്കലാണ്. അള്ളാഹുവിന് നാമങ്ങളുണ്ട്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിനാകുന്നു ഏറ്റവും ഉത്തമമായ നാമങ്ങളുള്ളത്. അള്ളാഹുവിൻ്റെ നാമങ്ങളുടെ പ്രത്യേകത സൃഷ്ടികളുടേതുപോലെയല്ല. അള്ളാഹുവിൻ്റെ നാമങ്ങൾ അൽ ഹുസ്ന, ഏറ്റവും നല്ല നാമങ്ങളാണ്. ആ നാമങ്ങളിൽ അള്ളാഹുവിൻ്റെ വിശേഷണം അടങ്ങിയിട്ടുണ്ട്. ഉദാഹരണത്തിന് അള്ളാഹു എന്ന നാമം, ആ നാമത്തിൽ വിശേഷണമുണ്ട്. അൽ ഇലാഹ്, ഉലൂഹിയത്ത് എന്ന വിശേഷണം അതിലുണ്ട്. അഥവാ ആരാധ്യൻ, ആരാധനക്കർഹതയുള്ളവൻ എന്നതാണ് അള്ളാഹു എന്ന നാമത്തിൻ്റെ അർത്ഥം. അതുപോലെ അർ റഹ്മാൻ അള്ളാഹുവിൻ്റെ നാമമാണ്, പേരാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? അങ്ങേയറ്റത്തെ കാരുണ്യമുള്ളവൻ, പരമകാരുണികൻ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്. ആ അർ റഹ്മാൻ എന്ന നാമത്തിൽ ഒരു വിശേഷണമുണ്ട്, അർ റഹ്മ, കാരുണ്യം. ഇങ്ങനെ അള്ളാഹുവിൻ്റെ ഓരോ നാമവും എടുത്തു നോക്കിയാൽ അതിലൊക്കെ വിശേഷണം അടങ്ങിയിട്ടുണ്ട്. അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്ന ലില്ലാഹി 99 ഇസ്മൻ മിഅതൻ ഇല്ലാ വാഹിദ, തീർച്ചയായും അള്ളാഹുവിന് 100-ന് 1 കുറവ് അഥവാ 99 നാമങ്ങളുണ്ട്. മൻ അഹ്സാഹ ദഖലൽ ജന്ന, ആരാണോ അത് ഇഹ്സാ ചെയ്യുന്നത് അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. ഇഹ്സാ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ നാമങ്ങൾ കാണാതെ പഠിക്കുക, ആ നാമങ്ങളുടെ അർത്ഥം മനസ്സിലാക്കുക, അത് ജീവിതത്തിൽ പകർത്തുക. ഇതൊക്കെയാണ് ഇഹ്സാ ചെയ്യുക എന്ന് പറഞ്ഞാൽ. അതൊരാൾ ചെയ്താൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ 99 എന്ന ഹദീസിൽ വന്നു. അതല്ലാത്ത നാമങ്ങളും അള്ളാഹുവിനുണ്ട്. 99-ൽ അധികവും അള്ളാഹുവിനുണ്ട്. അള്ളാഹു നമുക്ക് സൃഷ്ടികൾക്ക് അറിയിച്ചു കൊടുക്കാത്ത നാമങ്ങൾ അള്ളാഹുവിനുണ്ട് എന്ന് ഹദീസിൽ കാണാം. സൂറത്തുൽ ഹശ്റിൽ അള്ളാഹുവിൻ്റെ ഒരുപാട് നാമങ്ങൾ അള്ളാഹു എടുത്തു പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ഹുവല്ലാഹു അല്ലദി ലാ ഇലാഹ ഇല്ലാഹു അൽ മലിക് അൽ ഖുദ്ദൂസ് അസ്സലാം അൽ മുഅ്മിൻ അൽ മുഹൈമിൻ അൽ അസീസ് അൽ ജബ്ബാർ അൽ മുതകബ്ബിർ. അതുപോലെ ആ ആയത്തുകൾ 22, 23, 24 ആയത്തുകൾ പരിശോധിച്ച് നോക്കിയാൽ അള്ളാഹുവിൻ്റെ ഒരുപാട് നാമങ്ങൾ ആ ആയത്തുകളിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഖുർആനിലും സുന്നത്തിലും അഥവാ ഹദീസുകളിലുമായി 99 നാമങ്ങൾ നമുക്ക് കാണാം അള്ളാഹു അറിയിച്ചു തന്നത്. ഈ നാമങ്ങൾ അള്ളാഹുവിനുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം. അതിൽ വിശേഷണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ആ വിശേഷണങ്ങൾ അത്യുന്നതമായ വിശേഷണങ്ങളാണ്. ഒരു സൃഷ്ടിയെയും പോലെയല്ല. സൃഷ്ടികളുടെ നാമം ചിലപ്പോൾ ആളും പേരും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. പേര് പോലെ ആയിരിക്കില്ല ചിലപ്പോൾ ആളുണ്ടാവുക. സൃഷ്ടികളുടെ പേര് അങ്ങനെയാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ നാമം എന്ന് പറഞ്ഞാൽ ആ നാമം ഏറ്റവും ഉത്തമമായ നാമമാണ്. ആ നാമം എന്നത് കേവലം ഒരു നാമമല്ല, അതിന് അർത്ഥമുണ്ട്.
അതിൽ വിശേഷണങ്ങളുണ്ട്. ആ നാമങ്ങൾ മുഖേന അള്ളാഹു വിളിച്ചു പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിനോട് തൗബ ചെയ്യുന്ന, ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ഒരാൾ അള്ളാഹുവിൻ്റെ അതുമായി ബന്ധപ്പെട്ട നാമം വിളിച്ചുകൊണ്ട് ദുആ ചെയ്യാം. യാ ഗഫാർ, അങ്ങേയറ്റം പാപങ്ങൾ പൊറുക്കുന്നവനെ അള്ളാഹുവേ. യാ അല്ലാ, യാ റഹ്മാൻ, യാ റഹീം എന്നിങ്ങനെ അള്ളാഹുവിൻ്റെ നാമങ്ങൾ വിളിച്ച് ദുആ ചെയ്യാൻ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ, അള്ളാഹുവിനാകുന്നു ഏറ്റവും ഉത്തമമായ നാമങ്ങളുള്ളത്. ആ നാമങ്ങൾ മുഖേന നിങ്ങൾ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. ഈ നാമങ്ങൾ, അതിലെ അടങ്ങിയ വിശേഷണങ്ങൾ, അതിൽ നമ്മൾ വിശ്വസിക്കണം. അതിൽ അള്ളാഹുവിനെ ഏകനാക്കണം. നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങളിലെയും പോലെ അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഒരു സൃഷ്ടിക്കും വകവെച്ചു കൊടുക്കാൻ പാടുള്ളതല്ല. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ ഒരു സൃഷ്ടിക്കും വകവെച്ചു കൊടുക്കാൻ പാടുള്ളതല്ല. അള്ളാഹു കാണുന്നത് പോലെ കാണും എന്നൊരു സൃഷ്ടിയെക്കുറിച്ചും പറയാൻ പാടുള്ളതല്ല. അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കും എന്നൊരു സൃഷ്ടിയെക്കുറിച്ചും പറയാവതല്ല. എവിടെ വെച്ച് വിളിച്ചാലും വായ് പൂട്ടുന്നതിന് മുന്നേ ഉത്തരം നൽകുമെന്ന് ഒരു സൃഷ്ടിയെക്കുറിച്ചും പറയാൻ പാടുള്ളതല്ല. അള്ളാഹു കാണുന്നത് പോലെ എവിടെയായിരുന്നാലും കാണും, നമ്മുടെ ഹൃദയങ്ങളിലുള്ളത് അറിയും എന്ന് ഒരു സൃഷ്ടിയെക്കുറിച്ചും പറയാൻ, വിശ്വസിക്കാൻ പാടുള്ളതല്ല. അതൊക്കെ ആർക്കുള്ള വിശേഷണമാണ്? അള്ളാഹുവിന് മാത്രമുള്ള വിശേഷണമാണ്. അള്ളാഹു അല്ലാത്ത ഒരു സൃഷ്ടിക്കും അത് വകവെച്ചു കൊടുക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും വകവെച്ചു കൊടുക്കാൻ പാടുള്ളതല്ല. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് നമുക്കിത് പഠിപ്പിച്ചു തന്നത്. അള്ളാഹുവിനെ എങ്ങനെ വിശ്വസിക്കണം, അള്ളാഹുവിൽ ഏത് രൂപത്തിൽ വിശ്വസിക്കണം, അള്ളാഹുവിൻ്റെ നാമങ്ങൾ എങ്ങനെയാണ്, ഇതൊക്കെ ആരാണ് പഠിപ്പിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് നമുക്ക് ഓതി തന്നത്. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ ഒരു വിശേഷണവും അവിടത്തേക്ക് വകവെച്ച് കൊടുക്കുന്നത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഒരു കല്യാണ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവേശിക്കുമ്പോൾ അവിടെയുള്ള കുട്ടികൾ പാട്ട് പാടുന്നുണ്ടായിരുന്നു. വഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗദിൻ, അവരിങ്ങനെ പാട്ട് പാടുന്നതിനിടയിൽ ഒരു വരി വന്നു. നമ്മുടെ അടുക്കൽ, നമ്മുടെ കൂടെ ഒരു നബിയുണ്ട്, യഅലമു മാ ഫീ ഗദിൻ, നാളെക്കുറിച്ച് അറിയുന്ന ഒരു നബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ തന്നെ ആ കുട്ടികളെ വിളിച്ചു പറഞ്ഞു, മക്കളെ, നിങ്ങളിപ്പോൾ പറഞ്ഞ വാക്കിന് പറയരുത്, നേരത്തെ പറഞ്ഞ പാടിയിരുന്ന വരികൾ നിങ്ങൾ പാടിക്കൊള്ളുക. അവർ അവരുടെ പിതാക്കളെക്കുറിച്ച്, അവരുടെ യുദ്ധത്തിലെ അവരുടെ വീര കഥകൾ, അതുപോലെയുള്ള കാര്യങ്ങൾ, ചരിത്രങ്ങൾ അയവിറക്കുന്ന വരികളായിരുന്നു പാടിയിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോൾ പെട്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഒരു പാട്ട് പാടി, ഒരു വരി പാടി, ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് പാടിയതാണ്. പക്ഷെ ആ വരികളിൽ പ്രശ്നം കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി. കാരണം നാളെക്കുറിച്ച് അറിയുക എന്നത് അള്ളാഹുവിൻ്റെ വിശേഷണമാണ്. അള്ളാഹുവാണ് ആലിമുൽ ഗൈബി വശഹാദ, രഹസ്യവും പരസ്യവും അറിയുന്നവൻ അള്ളാഹു മാത്രമാണ്. അള്ളാഹുവിൻ്റെ വിശേഷണമാണത്. അള്ളാഹു പറഞ്ഞില്ലേ, വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദൻ, നാളെ എന്ത് സംഭവിക്കും, അടുത്ത നിമിഷം എന്ത് സംഭവിക്കും എന്നത് ഒരാൾക്കും അറിയുകയില്ല. അത് അള്ളാഹുവിൻ്റെ മാത്രം വിശേഷണമാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും വകവെച്ചു കൊടുക്കാൻ പാടില്ല എന്ന് ആരാണ് നമ്മൾ പഠിപ്പിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അള്ളാഹു അല്ലാത്ത ഒരാൾക്കും അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ, നാമങ്ങൾ വകവെച്ചു കൊടുക്കാൻ പാടുള്ളതല്ല. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, ചില പേരുകൾ അബ്ദു കൂട്ടിയിട്ടാണ് വിളിക്കാറുള്ളത് അല്ലേ? അബ്ദുല്ലാ, അബ്ദുറഹ്മാൻ. എന്തുകൊണ്ടാണ്? അള്ളാഹുവിൻ്റെ അടിമ, റഹ്മാനായ റബ്ബിൻ്റെ അടിമ എന്നാണ് സൃഷ്ടികളെക്കുറിച്ച് പറയാൻ പറ്റുകയുള്ളൂ. ചില പേരുകൾ അങ്ങനെയാണ്, ചില നാമങ്ങൾ അത് അബ്ദു കൂട്ടാതെ വിളിക്കാൻ പാടില്ല എന്നാണ്. അതിൽപ്പെട്ടതാണ് അള്ളാഹ്. അള്ളാഹു എന്ന പേര് ഒരാൾക്കും സ്വീകരിക്കാൻ പാടില്ല. അതുപോലെ പണ്ഡിതന്മാർ പറഞ്ഞു അർ-റഹ്മാൻ, റഹ്മാൻ എന്ന്, അർ-റഹ്മാൻ എന്ന് സൃഷ്ടികളെ വിളിക്കാൻ പാടില്ല. അബ്ദുറഹ്മാൻ എന്ന് വിളിക്കണം, അബ്ദുള്ള എന്ന് വിളിക്കണം, അബ്ദു കൂട്ടിയിട്ടേ വിളിക്കാൻ പാടുള്ളൂ. റഹ്മാനായ റബ്ബിൻ്റെ അടിമ
എന്നേ വിളിക്കാൻ പാടുള്ളൂ. അർ-റഹ്മാൻ എന്ന് അള്ളാഹുവിനെ കുറിച്ച് മാത്രമേ പറയാൻ പാടുള്ളൂ. നോക്കൂ, പേര് വിളിക്കുന്നതിൽ വരെ സൂക്ഷ്മത പാലിക്കണം എന്നതാണ്. അപ്പോൾ അറിഞ്ഞുകൊണ്ട് സൃഷ്ടികൾക്ക് അള്ളാഹുവിൻ്റെ വിശേഷണം വകവെച്ചു കൊടുക്കുക എന്നത് എത്ര ഗൗരവമാണ്, നിങ്ങൾ നോക്കൂ. അതുകൊണ്ട് ഒരാൾക്കും അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങൾ വകവെച്ചു കൊടുക്കാൻ പാടുള്ളതല്ല. അള്ളാഹുവിന് അനേകം വിശേഷണങ്ങളുണ്ട്. പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു അള്ളാഹുവിന് വജുഹുണ്ട്. അള്ളാഹുവിനെ കുറിച്ച് വജുഹുണ്ട്, മുഖമുണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ അള്ളാഹുവിൻ്റെ കരങ്ങൾ എന്ന് പറഞ്ഞു. അതുപോലെ അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും എന്ന് പറഞ്ഞു. അതുപോലെ അള്ളാഹു സന്തോഷിക്കും, അള്ളാഹു തൃപ്തിപ്പെടും, അള്ളാഹു കോപിക്കും എന്ന് ഹദീസിലും ഖുർആനിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവ സമീഉൽ ബസീർ. അള്ളാഹുവിനെ പോലെ യാതൊന്നും ഇല്ല, ഒരാളുമില്ല. അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം കാണുന്നവനാണ്. അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ എന്ത് കേട്ടാലും അത് സൃഷ്ടിയോട് ഉപമിക്കാനോ സൃഷ്ടിയോട് സാദൃശ്യപ്പെടുത്താനോ നിഷേധിക്കാനോ ഒന്നും നമുക്ക് പാടുള്ളതല്ല. അപ്പം അള്ളാഹുവിൻ്റെ വജുഹ് എന്ന് കേട്ടു, നമ്മുടെ വജുഹുമായി അതിനെ താരതമ്യം ചെയ്യാൻ പാടുണ്ടോ? ഇല്ല, ഒരിക്കലും പാടില്ല. കാരണം നമ്മുടെ വജുഹ് എന്നത് നമുക്ക് യോജിച്ചതാണ്. നമ്മുടെ വജുഹ്, നമ്മുടെ മുഖം എന്നത് നമ്മുടെ അവയവമാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ വജുഹ് എന്നത് അള്ളാഹുവിൻ്റെ വിശേഷണമാണ്. അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു എന്തൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ അതൊക്കെ എന്താണ്? അള്ളാഹുവിൻ്റെ നാമങ്ങളും വിശേഷണങ്ങളുമാണ്. അള്ളാഹുവിൻ്റെ വജുഹ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിനുള്ള വിശേഷണമാണ്. അള്ളാഹു എങ്ങനെയാണ് എന്ന് നമുക്കറിയില്ല. അള്ളാഹു അത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടില്ല. മറിച്ച് അള്ളാഹുവിൻ്റെ നാമങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. അതിൽ ഒതുങ്ങി നിൽക്കുക എന്നുള്ളതാണ്. മുഅ്മിനീങ്ങൾക്ക് അതുകൊണ്ട് അള്ളാഹു സന്തോഷ വാർത്ത അറിയിച്ചു. ദുനിയാവിൽ കാണാത്ത, ഒരിക്കൽ പോലും ദുനിയാവിൽ ദർശിക്കാൻ സാധിക്കാത്ത റഹ്മാനായ റബ്ബിനെ മുഅ്മിനീങ്ങൾ സ്വർഗത്തിൽ വെച്ച് കാണും. അള്ളാഹു സ്വർഗത്തിൽ വെച്ച് കാണിച്ചു കൊടുക്കും. അതുവരെ ഒരാളും അള്ളാഹുവിനെ കാണുകയില്ല. 7 ആകാശങ്ങൾക്ക് മുകളിൽ ഇസ്രാ മിഅ്റാജിൻ്റെ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും അള്ളാഹുവിനെ കണ്ടിട്ടില്ല. അള്ളാഹു ഒരാൾക്കും ദുനിയാവിൽ വെച്ച് ഇഹലോകത്ത് ഒരാൾക്കും അള്ളാഹുവിനെ കാണിച്ചു കൊടുക്കുകയില്ല. അള്ളാഹുവിനോട് നേരിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചിട്ടുണ്ട്, മൂസാ നബി അലൈഹിസ്സലാം സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അവർ അള്ളാഹുവിനെ കണ്ടിട്ടില്ല. അപ്പം അള്ളാഹുവിൻ്റെ നാമ ഗുണവിശേഷണങ്ങളിൽ വിശ്വസിക്കുക, അത് അള്ളാഹുവിന് മാത്രം വകവെച്ചു കൊടുക്കുക, അള്ളാഹു അല്ലാത്ത ഒരാൾക്കും അത് വകവെച്ചു കൊടുക്കാതിരിക്കുക എന്നത് അള്ളാഹുവിലുള്ള ഈമാനിൽ പെട്ട കാര്യമാണ്. സഹോദരങ്ങളെ, ഇത്രയും കാര്യങ്ങളാണ് അൽ ഈമാനു ബില്ലാ എന്നതിൽ നമ്മൾ പഠിച്ചു മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി, നമ്മുടെ ഈമാനിൻ്റെ ഭാഗമായി നമ്മുടെ മനസ്സിൽ ഊട്ടിയുറപ്പിക്കേണ്ടത്. അഥവാ ആദ്യം പറഞ്ഞു, ഈമാൻ അതിൻ്റെ അടിസ്ഥാനം 6 അടിസ്ഥാനങ്ങളാണുള്ളത്. ഈമാൻ എന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്, അള്ളാഹു നമുക്ക് നൽകിയ അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹമാണ് എന്ന് പറഞ്ഞു. ഈമാനിൽ അവിശ്വസിച്ചാൽ ബഹുദൂരം വഴിപിഴച്ചു പോയി അയാൾ ശാശ്വതനായി നരകത്തിൽ പ്രവേശിക്കും എന്നുള്ളതാണ്. ഈമാനിൻ്റെ 6 അടിസ്ഥാനങ്ങളാണ് വിശ്വാസപരമായ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന അടിസ്ഥാനങ്ങൾ. അതിൽ നിന്നാണ് മറ്റുള്ള എല്ലാം വേർതിരിയുന്നത്. 6 ഈമാനിൻ്റെ അടിസ്ഥാനങ്ങളിൽ ഒന്നാമത്തേത് അൽ ഈമാനു ബില്ലാഹ്, അള്ളാഹുവിലുള്ള ഈമാനാണ്. അള്ളാഹുവിലുള്ള ഈമാൻ 4 കാര്യങ്ങളാണ് അതിൽ ഉൾക്കൊള്ളുന്നത്. ഒന്ന്, അള്ളാഹു ഉണ്ട്, അള്ളാഹുവിൻ്റെ വുജൂദ്. രണ്ടാമത്തേത് അള്ളാഹുവിൻ്റെ റുബൂബിയത്ത്, അള്ളാഹുവാണ് റബ്ബ്, അതിലവൻ ഏകനാണ്. മൂന്നാമത്തേത് അള്ളാഹുവിൻ്റെ ഉലൂഹിയത്ത്, അള്ളാഹുവാണ് ഇലാഹ്, ആരാധ്യൻ, അവൻ മാത്രമാണ് ആരാധ്യൻ, അവനല്ലാത്ത ഒരാൾക്കും ആരാധനക്ക് അർഹതയില്ല. നാലാമത്തേത് അള്ളാഹുവിൻ്റെ നാമ ഗുണവിശേഷണങ്ങൾ, അസ്മാ വ സിഫാത്ത്, അതിൽ വിശ്വസിക്കണം. അതിനെ നിഷേധിക്കാനോ അതിനെ മാറ്റിമറിക്കാനോ അതിനെ രൂപം പറയാനോ സാദൃശ്യപ്പെടുത്താനോ സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുക്കാനോ ഒന്നും
പാടുള്ളതല്ല. അതിലെല്ലാം അള്ളാഹു ഏകനാണ് എന്നും വിശ്വസിക്കണം. ഇതാണ് അൽ ഈമാനു ബില്ലാ എന്നതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഈ ഈമാൻ, അൽ ഈമാനു ബില്ലാ എന്ന കാര്യം സ്വീകരിച്ചാൽ നമുക്ക് കിട്ടുന്ന ചില ഗുണങ്ങളുണ്ട്. അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഒന്നാമത്തേത്, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഏകനാക്കാൻ, തൗഹീദ് ഉൾക്കൊള്ളാൻ, അവനിൽ പ്രതീക്ഷ വെക്കാൻ, അവനെ ഭയപ്പെടാൻ, അവനല്ലാത്ത ഒരാളെയും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുകയില്ല. ഇത് പഠിച്ചു കഴിഞ്ഞാൽ തൗഹീദ് ഉൾക്കൊള്ളാൻ സാധിക്കും. പ്രതീക്ഷ അർപ്പിക്കാൻ, ഭയപ്പെടാൻ ഒക്കെ നമുക്ക് ഇത് കാരണമാകും. നമ്മുടെ ഈമാൻ ശരിയാവും. നേരെ ചൊവ്വയുള്ള ഈമാൻ നമുക്ക് കിട്ടും ഇത് പഠിച്ചാൽ, ഈ പറഞ്ഞ അടിസ്ഥാനങ്ങൾ നമ്മൾ ഉൾക്കൊണ്ടാൽ. അതുപോലെ അള്ളാഹു അല്ലാത്ത ഒരാളും പിന്നെ നമ്മുടെ മനസ്സിൽ ഉണ്ടാവുകയില്ല. ഒരു സൃഷ്ടി നമ്മുടെ മനസ്സിലേക്ക് പിന്നീട് കടന്നു വരികയില്ല. ഏത് ആവശ്യത്തിനും നമ്മുടെ കൈകൾ അള്ളാഹുവിലേക്ക് മാത്രം ഉയരും. യഥാർത്ഥ തൗഹീദുള്ള ഒരു മുഅ്മിനായി ജീവിക്കാൻ ഇത് നമുക്ക് സഹായകമാകും. രണ്ടാമത്തെ കാര്യം, അള്ളാഹുവിനെ പരിപൂർണമായി സ്നേഹിക്കാൻ, അള്ളാഹുവിനോടുള്ള സ്നേഹം മനസ്സിൽ നിറയാൻ ഇത് നമ്മെ സഹായിക്കും. കാരണം അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങൾ എന്നത് ഇതിൻ്റെ ഒരു ഭാഗമാണ്. ആര് അള്ളാഹുവിനെ അവൻ്റെ നാമങ്ങളിലൂടെ, വിശേഷണങ്ങളിലൂടെ അറിഞ്ഞു മനസ്സിലാക്കിയോ അയാൾക്ക് അള്ളാഹുവിനെ സ്നേഹിക്കാൻ സാധിക്കും. അള്ളാഹുവിനെ ഏറ്റവും നന്നായി നമുക്കറിയാൻ സാധിക്കുക അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളിലൂടെയാണ്. അപ്പം അത് പഠിച്ചു മനസ്സിലാക്കുമ്പോൾ, അത് ഉൾക്കൊള്ളുമ്പോൾ റബ്ബിനെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിക്കാൻ, അള്ളാഹു നമ്മോട് വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ഈ ഈമാൻ നമ്മെ സഹായിക്കും. അതുപോലെ രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കും. കാരണം അള്ളാഹുവിൻ്റെ നാമമാണ് റഖീബ്. അർ റഖീബ് എന്നത് അള്ളാഹുവിൻ്റെ നാമമാണ്. അൽ ഖബീർ എന്നത് അള്ളാഹുവിൻ്റെ നാമമാണ്. സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവൻ, അറിയുന്നവൻ. അൽ അലീം, അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം നന്നാവാൻ ഇത് കാരണമാകും. ഒരാളുമില്ലെങ്കിലും, ആരോരുമില്ലെങ്കിലും, ആര് കാണുന്നില്ലെങ്കിലും, ആര് കേൾക്കുന്നില്ലെങ്കിലും എൻ്റെ റബ്ബ് എന്നെ കാണുന്നു, എൻ്റെ റബ്ബ് എന്നെ നിരീക്ഷിക്കുന്നു, എൻ്റെ റബ്ബ് എന്നെ അറിയുന്നു എന്ന ചിന്ത നമുക്ക് കിട്ടും. അതുപോലെ ഒരിക്കലും നമ്മൾ ഒറ്റപ്പെട്ടു പോവുകയില്ല. ഏത് പ്രതിസന്ധിയിലും യാ അല്ലാഹ്, കാരുണ്യം ലഭിക്കണം, യാ റഹ്മാൻ, പാപങ്ങൾ പൊറുക്കപ്പെടണം, യാ ഗഫൂർ, യാ ഗഫാർ എന്ന് അള്ളാഹുവിനെ വിളിക്കാം. അതുകൊണ്ട് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അടിപതറാതെ ജീവിക്കാൻ, നിലകൊള്ളാൻ നമുക്ക് ഇത് സഹായിക്കും. ഈ ഈമാൻ സഹായിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റിലകപ്പെട്ടപ്പോൾ അദ്ദേഹം ഒരു സൃഷ്ടിയെയും വിളിച്ചില്ല. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക് ഇന്നി കുൻതു മിനദ് ളാലിമീൻ ആണ് അദ്ദേഹത്തിൻ്റെ വാക്ക്. അല്ലാഹു, നീയല്ലാതെ ആരാധനക്ക് അർഹനായി മറ്റാരുമില്ല, നീ എത്ര പരിശുദ്ധൻ, ഞാൻ അതിക്രമകാരികളിൽ പെട്ടുപോയി. അള്ളാഹുവിനുള്ള വിശ്വാസം, തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുക. നമ്മളാണെങ്കിലോ ഇതൊക്കെ പറ്റിപ്പോയല്ലോ റബ്ബേ, ഞാൻ അകപ്പെട്ടു പോയല്ലോ, കുടുങ്ങിപ്പോയല്ലോ എന്ന് പറഞ്ഞ് റബ്ബിനെ പഴി പറയാനാണ് ആളുകൾ പലപ്പോഴും ശ്രമിക്കുക. ഒരു നബിയാണ് അദ്ദേഹം പറഞ്ഞതാണ്, അള്ളാഹ് ഞാൻ അതിക്രമകാരിയായിപ്പോയി, നീ പരിശുദ്ധനാണ് റബ്ബേ. ഈ ഒരു വിശ്വാസം, ഈ ഒരു ചിന്ത, ഈ ഒരു സമാധാനം നമുക്ക് കിട്ടാൻ സഹോദരങ്ങളെ ഈ പറഞ്ഞ ഈമാൻ നമ്മെ സഹായിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കി രണ്ടാമത്തെ റുക്ൻ, രണ്ടാമത്തെ അടിസ്ഥാനം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അള്ളാഹു മരണം വരെ ഈമാൻ ഉൾക്കൊണ്ടുകൊണ്ട് മുസ്ലിമീങ്ങളായി, മുഅ്മിനീങ്ങളായി ജീവിക്കാനും അതിലായി മരിക്കാനും എന്നെയും നിങ്ങളെയും സഹായിക്കുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ ന്യൂനതകൾ, കുറവുകൾ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിലെ രോഗികൾക്ക് ശിഫാ നൽകുമാറാവട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു അവർക്ക് ആശ്വാസവും സമാധാനവും നൽകുമാറാവട്ടെ.
നമ്മിൽ നിന്നും ഈമാനോടുകൂടി മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. അള്ളാഹു അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വല്ലാഹു തആല അഅല വ അഅലം വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.